ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ദൈവം തോന്നിക്കുന്നത് പോലെ ആ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാവകാശം നിങ്ങൾക്കുണ്ടായിരിക്കും. ഞാനിന്ന് രാവിലെ പറഞ്ഞല്ലോ, ദൈവം എന്തിനായിട്ട് നമ്മളെ വിളിച്ചു, എന്തിനായിട്ട് ഈ പട്ടണത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു, എന്താണ് ദൈവത്തിന് നമ്മോടുള്ള വാഗ്ദത്തം, ദൈവം എന്ത് ചെയ്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് 25.5 കൊല്ലം മുമ്പ് ഇങ്ങനെയൊരു ചെറിയ കൂട്ടായ്മ ഞങ്ങൾ അന്നായിരുന്ന ഭവനത്തിൽ പ്രാർത്ഥിച്ച് തുടങ്ങുവാൻ ഞങ്ങളെ വിശ്വസിച്ച് ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു. അതേ നിമിഷം വരെയും ദൈവം നടപടിയായി നിർവഹിക്കുവാൻ ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ഞാനിന്ന് രാവിലെ ഇരുന്നൊരു പെട്ടെന്ന് കണക്കൂട്ടി, തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ആറ്റിങ്ങൽ തുടങ്ങി ഇങ്ങോട്ട് കഴക്കൂട്ടം, അങ്ങോട്ട് പോയാൽ തിരുമല വരെയൊക്കെ ഒരു 8ഓളം കൂട്ടായ്മകൾ ആ ചെറിയ കൂട്ടായ്മയിൽ നിന്ന് ഉടലെടുത്ത് പോയിട്ടുണ്ട്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ആരും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാവരും കർത്താവിനെ ആരാധിക്കുക മാത്രമല്ല, കർത്താവിൻ്റെ സാക്ഷികളായും അവിടെ നിൽക്കുന്നു. അതിനായിട്ടും ദൈവത്തിന് സ്തോത്രം. ഒരു ചർച്ചിൻ്റെ മൂലയിൽ ഞായറാഴ്ച വൈകുന്നേരം ചില തമിഴ് സഹോദരന്മാർ കൂടിയിരുന്ന് തുടങ്ങിയൊരു ചെറിയ, അതിനെ കേർസൽ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ പട്ടണത്തിൽ 2 ചർച്ചുകളായി 2 നന്നായിട്ട് അത് കാര്യങ്ങൾ ചെയ്തു പോകുന്നു. അതിനായിട്ടും ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ 2006 എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 2006 ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി സഭയോട് ചില ദൂത് പറഞ്ഞ കൂട്ടത്തിൽ, നിങ്ങളെ ഒരു മാതൃകാ സഭയായി ദൈവം കാണുന്നു, അതുകൊണ്ട് അതിനൊരുങ്ങിക്കൊള്ളണം. എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഓരോരുത്തർക്കും ദൈവം ഓരോ വരങ്ങളും കൃപകളും കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ വിളിയുണ്ട്. അത് അവരെ മനസ്സിലാക്കി കൊടുത്ത്, അവർക്ക് ദൈവം കൊടുത്ത വരങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ അവരെ സഹായിച്ച് ആ വരങ്ങളിൽ അവർ മുന്നോട്ട് ശുശ്രൂഷിച്ചു വരുവാൻ അവരെ പരിശീലിപ്പിക്കുക, സജ്ജമാക്കുക. കാര്യം എഫെസ്യർ 4:11 പറയുന്നത് 5 തരം ശുശ്രൂഷകന്മാരെ ദൈവം സഭയ്ക്ക് ദാനമായി തന്നിരിക്കുന്നു. അവരെന്തിനു തന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ടു എക്വിപ്പ് ഗോഡ്സ് പീപ്പിൾ ഫോർ ദ വർക്ക് ഫോർ വിച്ച് ദേ ഹാവ് കോൾഡ്. അവരെ ദൈവം എന്തിനായിട്ടൊക്കെ വിളിച്ചിരിക്കുന്നു ആ വേലയ്ക്കായി അവരെ സജ്ജമാക്കുന്ന ഒരു ട്രെയിനിങ് സെൻ്ററാണ് ദൈവസഭ. ഇതാണ് ദൈവം തന്നൊരു വാഗ്ദത്തം, ദൈവം നമ്മോട് പറഞ്ഞൊരു കാര്യം. അതനുസരിച്ച് 2007 മുതൽ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കും, ഈ ചർച്ചിൽ അന്ന് ഈ പറഞ്ഞ പോലെ അനേക സംസ്ഥാനങ്ങളിൽ നിന്നും അനേകരെ മാസാമാസം ഇവിടെ കൊണ്ടുവന്ന് അവരെ 1 മാസം താമസിപ്പിച്ച് അതിനുവേണ്ടി നമ്മൾ 2-3 ഹോസ്റ്റലുകൾ വാടകയ്ക്കെടുത്ത് അവരെ ഈ പറഞ്ഞ പോലെ ട്രെയിൻ ചെയ്ത് അവരെ ദൈവം അവരെ ഏൽപ്പിച്ച വിളിയും വരവും കൃപകളും എന്താണെന്നൊക്കെ അവരെ കണ്ടുപിടിക്കാൻ അവരെ സഹായിച്ച് അവരെ അതിൽ സജ്ജമാക്കി അയച്ചു. അങ്ങനെ ചില വർഷങ്ങൾ അത് മുന്നോട്ട് പോയി. ഈ ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യയിലും മറ്റും പോയിട്ട് വന്ന ചിലർ എന്നോട് വന്ന് ചില സാക്ഷ്യങ്ങൾ പറഞ്ഞു. അക്കാലത്ത് ഇവിടെ വന്ന് ആ ട്രെയിനിങ് കിട്ടിപ്പോയവരെ ദൈവം എത്ര ശക്തമായി അവിടെ ഉപയോഗിക്കുന്നുള്ള സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടുപോയി. കാര്യം അവരോട് വന്നു പോയി എന്നുള്ളതൊക്കെ ശരി, പക്ഷേ ഇത് കഴിഞ്ഞ ശേഷം ദൈവം ഓരോരുത്തരുടെ അടുത്ത് ഉപയോഗിക്കുന്നു. ഒരു കാര്യം ഓർത്തോണം, കർത്താവിൽ നമ്മുടെ പ്രയത്നം ഒരു നാളും വ്യർത്ഥമല്ല. അത് വിശ്വസിക്കുന്നവർ നാമേം പറഞ്ഞാട്ട്. കർത്താവിൽ നമ്മുടെ പ്രയത്നം ഒരു നാളും വ്യർത്ഥമല്ല. നത്തിങ് ഈസ് ഇൻ വെയിൻ, നത്തിങ് വിൽ ബി ഇൻ വെയിൻ. അത് വ്യർത്ഥമല്ല. അങ്ങനെ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും ശക്തമായി നടക്കുന്നതിനായിട്ട് സ്തോത്രം. പക്ഷേ ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് ഞാൻ വളരെ തുറന്ന ഹൃദയത്തോടുകൂടി അതേസമയത്ത് താഴ്മയോടുകൂടി ദൈവഭയത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അങ്ങനെ മുന്നോട്ട് പോയപ്പം നമ്മളറിയാതെ നമ്മളുടെ ഉള്ളിൽ ഒരു സംഗതി വന്ന് കയറിക്കൂടി. എന്താണെന്നറിയാമോ? ഇംഗ്ലീഷിൽ പ്രൈഡ് എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയുന്നത്? നിഗളം അല്ലേ? നിഗളം എന്ന് പറഞ്ഞാൽ ചർച്ചിന് പ്രൈഡ് വന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും ചർച്ചിലുള്ളവർക്ക് വന്നു, പോട്ടെ പാസ്റ്റർക്ക് വന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ആ കാലത്തൊക്കെ എനിക്കിവിടെ നിൽക്കാൻ നേരമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ പോകുന്നു, കോൺഫറൻസുകൾക്ക് പോകുന്നു. 2010 കേപ്പ് ടൗണിൽ ലുസാൻ കോൺഫറൻസിന് പോകുന്നു, സിംഗപ്പൂരി കോൺഫറൻസിന് പോകുന്നു, കൊറിയ മൊത്തം പോയി കണ്ടിട്ട് വന്നു. എന്നെ ആരും പ്രസംഗിക്കാൻ ഇന്നുവരെ ഒരു രാജ്യത്തും വിളിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെയുള്ള കോൺഫറൻസുകളിലൊക്കെ കൊണ്ടുപോകും. അപ്പം ഞാനൊരു കാലത്ത് പോയൊക്കെ വന്ന് കണ്ടൊക്കെ വലിയ സംഭവമാണല്ലോ എന്ന് വിചാരിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്കും അങ്ങ് തോന്നി നമ്മളൊരു ഭയങ്കര സംഭവമാണെന്ന്. പക്ഷേ എവിടെയോ ഈ ഒരു അഹങ്കാരം നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടായിരിക്കാം കാര്യങ്ങൾ ഇച്ചിരി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കണ്ടു. പിന്നീട് പലപ്പോഴും നമുക്കറിയാം, പഴയ ആൾക്കാർക്കറിയാം, എനിക്കറിയാം, ഓൺലൈനിൽ പലരും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങളിത് അറിയണം. കാര്യം ഇതൊന്നും കള്ളമല്ലല്ലോ, ഇതൊക്കെ സത്യമായ
ചില യാഥാർത്ഥ്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ അതിലൂടെ ദൈവം എങ്ങനെ വീണ്ടും പണിതെടുത്ത് കൊണ്ടുവരുന്നു എന്നുള്ളത്, അത് കർത്താവിൻ്റെ നാമം മഹത്വത്തിനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ വേറെ ഞാൻ കഥ പറയല്ല, ദൈവനാമ മഹത്വത്തിനായിട്ട് ചില കാര്യങ്ങൾ പറയാം. അങ്ങനെ വീണ്ടും പല പ്രയാസങ്ങളിലൂടെയൊക്കെ നമ്മൾ സഭയായി കടന്നുപോയി. പക്ഷേ അവിടെയെല്ലാം ദൈവം നടത്തി. വീണ്ടും ഈ പറഞ്ഞ പോലെ അവർ ഗോഡ് ഈസ് ഓൾവേസ് എ ഗോഡ് ഓഫ് അനദർ ചാൻസ് എന്ന് ഞാൻ പറയാറുണ്ട്, അല്ലേ? വീണ്ടും അവസരം തരുന്നവനാണ് നമ്മുടെ കർത്താവ്. പക്ഷെ പലപ്പോഴും നമ്മൾ മനുഷ്യരങ്ങോട്ട് അന്യോന്യം നമ്മൾ അവസരങ്ങളൊന്നും കൊടുക്കാറില്ല. ഒരവസരം കൊണ്ട് നമ്മളങ്ങ് തീർക്കും. പക്ഷേ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. ഈസ് ഓൾവേസ് എ ഗോഡ് ഓഫ് അനദർ ചാൻസസ്. നമുക്ക് വീണ്ടും അവസരങ്ങൾ തരുന്നു. ദൈവം വീണ്ടും ഈ പറഞ്ഞ 3 വർഷമായിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ പട്ടണത്തിൽ വീണ്ടും തുടങ്ങി. അപ്പം ഇങ്ങനെ വന്നപ്പോഴും സത്യമായിട്ടും എന്തിനാണ് ദൈവമേ ഇങ്ങനൊരു കൂട്ടായ്മ വീണ്ടും ഇവിടെ തുടങ്ങുവാനിടയായത് എന്നുള്ളൊരു ചോദ്യം പലരുടെയെങ്കിലും മനസ്സിലുണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ 7 മണിക്ക് ഒരു ലീഡേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ലീഡേഴ്സ് മീറ്റിംഗ് എന്ന് പൊതുവേ അങ്ങ് പറയുന്നതേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ശുശ്രൂഷയിൽ ഉള്ളവർക്കെല്ലാം കടന്നു വരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ആ മീറ്റിംഗ് ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് കൂടിയപ്പോൾ ആ 7 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് രാത്രി എത്ര മണിക്കാണ് തീർന്നത്? 10 വന്നവർക്കറിയാം. 10-10:30 ഇവിടുന്ന് പോയപ്പോൾ. അത് വളരെ ഈ പറഞ്ഞ പോലെ ദൈവം പ്രവർത്തിച്ചൊരു മീറ്റിംഗ് തന്നെയായിരുന്നു. എന്തിനായിട്ടാണ് ദൈവം ഇങ്ങനെ ഒരു കൂട്ടത്തെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? അത് വളരെ വ്യക്തമായി ദൈവം സംസാരിക്കുന്നത് നാം കേട്ടു. അതിലൂടെ അനേകർ ഈ പറഞ്ഞ പോലെ ധൈര്യപ്പെട്ടു. അനേകർക്ക് അവരുടെ വിളി എന്താണെന്ന് മനസ്സിലായി, എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഒന്നൊരു കാര്യം കൂടെ പറയട്ടെ. ഈ കൂട്ടായ്മ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, വി ഷുഡ് ബി എ ചർച്ച് വിത്തൗട്ട് വാൾസ്. ചുവരുകളില്ലാത്തൊരു സഭ. അതിൻ്റെ അർത്ഥം ഇപ്പം 4 ചുവരുകൾക്കുള്ളിലാണ് ഇരിക്കുന്നത്. 4 ചുവരുകൾക്കുള്ളിൽ നന്നായിട്ടിരിക്കുമ്പോൾ നല്ല സന്തോഷം. പക്ഷേ ദൈവസഭ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. 4 ചുവരുകൾക്കുള്ളിൽ ഒരു ഞായറാഴ്ച രാവിലെ കൂടുന്ന ഒരു സഭായോഗമല്ല സഭ. നമ്മളല്ലാണ്ട് ഒരുമിച്ച് കൂടുന്നൊരു കെട്ടിടവും അല്ല സഭ, അല്ലേ? സഭയെന്ന് പറഞ്ഞാൽ അകത്ത് 4 ചുവരുകൾക്കുള്ളിലിരിക്കുമ്പോൾ അവിടെ ചില ശുശ്രൂഷകളുണ്ട്, അല്ലേ? ദാറ്റ്സ് വെരി ഇൻവേർഡ് ലുക്കിംഗ് ആണ്. പക്ഷേ അതല്ല, പുറത്തൊരു വലിയ ലോകമുണ്ട്. ഈ ഇന്ത്യയിൽ തന്നെ 130 ചെല്ലുവാനും കോടി ജനങ്ങളുണ്ട്. അതിലെത്ര കോടിയാണ് ദൈവമക്കളെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വളരെ ചുരുക്കമാണ്. അത് വെച്ച് നോക്കിയാൽ ഇനിയൊരു വലിയ സമൂഹം പുറത്ത്. നമ്മൾ പഴയൊരു പാട്ട് അതൊന്നിപ്പോൾ പാടാറില്ല. ഏതാ പാട്ടെന്നറിയാമോ? വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി വിനാശഗർത്തം, അതായത് നാശത്തിൻ്റെ കുഴിയിലേക്ക്, അല്ലേ, തീപ്പൊയ്കയിലേക്ക് വീഴുവാൻ വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ. ഒരു വലിയ കൂട്ടം വഞ്ചിക്കപ്പെട്ട് വിനാശത്തിൻ്റെ കുഴിയിൽ ചെന്ന് ചാടാനായി അവരിങ്ങനെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മളിരുന്നുകൊണ്ട് കൈയടിച്ച് ആരാധിച്ച് സന്തോഷിച്ച് ഇങ്ങനെ വിടുതലെടുത്തുകൊണ്ടിരിക്കുക. ഞാനീ പറയട്ടെ, ഞായറാഴ്ച ഈ വന്ന് ഇവിടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്യുന്ന ബാറ്ററി, ഒരാഴ്ച ആ ബാറ്ററി വെച്ച് നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്? ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് എൻ്റെ ചാർജ് ഇറങ്ങിപ്പോവും. വീണ്ടും അടുത്ത ഞായറാഴ്ച പൊക്കിക്കൊണ്ടുവരും. ഞായറാഴ്ച രാവിലെ താണ്ട് എല്ലാ ബാറ്ററിയും വന്ന് ഓരോ കസേര ഇരിക്കുകയാണ്. ഇപ്പം നാണ്ട് ഒന്ന് ചാർജ് ആക്കി. ഇപ്പം ബീഹാറിൽ നിന്ന് സഹോദരനും കൂടെ ഒന്ന് ചാർജ് ചെയ്തു. അപ്പോൾ സംഗതി ഏകദേശം ഇപ്പം നോക്കിയാൽ ചാർജ് ഫുള്ളായി. എൻ്റെ ചോദ്യം, ഈ ചാർജ് ചെയ്ത ബാറ്ററിയും കൊണ്ട് ഈ ആഴ്ച എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ? എന്താണ്? വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി കൂട്ടത്തോടെ വിനാശഗർത്തം പൂകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ ബാക്കി പോകുക നാം പോർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ. സുവിശേഷത്തിൻ പടക്കവുമായല്ല. ഇനിയിപ്പം പടഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കണം ഇനിയിപ്പം, അല്ലേ? സുവിശേഷത്തിൻ പടഹവുമായി ഉണർവോട് മുൻപോട്ട് പോകുക നാം. എത്ര മനോഹരമായൊരു പാട്ട്. ആ പാട്ടൊക്കെ അല്ലേ നമ്മൾ അന്യോന്യം പാടി ഉത്സാഹിപ്പിച്ച് ഇറങ്ങി പോകേണ്ടത്. എന്താണ്? യേശുവിൻ നാമം വിജയിക്കട്ടെ, സാതാന്യ കോട്ടകൾ തകർന്നിടട്ടെ, സുവിശേഷത്തിൻ കൊടിയുയരട്ടെ. ഇതാണ് സഭയുടെ വിളി, പ്രിയപ്പെട്ടവരെ. ഇതല്ലാതെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു സഭയാവാനാണെങ്കിൽ അതിന് എത്രയോ സഭകൾ വേറെ ഉണ്ട്, പ്രിയപ്പെട്ടവരെ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വിളിയാണ്
ഒരു തിരഞ്ഞെടുപ്പാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഈ കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് വീണ്ടും പറയാൻ തുടങ്ങി. അതായത് ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ ദൈവം തൊടാൻ പോകുന്നു. ചെറുപ്പക്കാരെ ദൈവം ഉയർത്തി ഒരു തലമുറ എഴുന്നേൽപ്പിച്ച് അവരെ ചലഞ്ച് ചെയ്ത് അയക്കുക, അവർ ശക്തമായി ഇറങ്ങി പ്രവർത്തിക്കുമെന്നൊരു ദൂത ദൈവം തരുന്നുണ്ടായിരുന്നു. ശരി, എന്നും ഈ ചർച്ച യൂത്തിന് എപ്പോഴും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ചർച്ചയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പണ്ടേ അറിയാം. അത് കഴിഞ്ഞിട്ട് അടുത്തത് പറഞ്ഞത് കുടുംബങ്ങൾ. ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നതെന്ന്. രാവിലത്തെ സർവീസിൽ യൂത്തായിരുന്നല്ലോ ഇവിടുത്തെ വിഷയം. അടുത്തത് കുടുംബങ്ങൾ, തകർന്നു പോകുന്ന കുടുംബങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബങ്ങൾ, തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ, എത്രയോ കുടുംബങ്ങൾ. ആ കുടുംബങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കർത്താവിനെ അറിയാത്ത കുടുംബങ്ങൾ തകരുമെന്ന് നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ പറയാറുണ്ട് ഞങ്ങളൊക്കെ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളൊന്ന് കുടുംബമായി നിൽക്കുന്നു. ഇന്ന് കർത്താവിനെ അറിയുന്ന കുടുംബങ്ങളും തകരുന്നു പ്രിയപ്പെട്ടവരെ. ഒരു വലിയ സൗഖ്യം കുടുംബങ്ങളിൽ കർത്താവ് തരും. കുടുംബങ്ങൾ എഴുന്നേറ്റ്, കുടുംബനാഥന്മാർ എഴുന്നേറ്റ് അവരുടെ ദൈവം അവരെ ഏൽപ്പിച്ച നിയോഗത്തിൽ അവർ മുന്നോട്ട് പോകും. അവർക്ക് ദൈവം കൊടുത്ത അധികാരമുണ്ട്. ആ അധികാരത്തിൽ അവർ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യും. പ്രത്യേകിച്ച് പുരുഷന്മാർ, വിളിക്കുന്ന പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, പുരുഷന്മാരെല്ലായിടവും കോപവും വാഗ്വാദവും വെടിഞ്ഞ് വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നാണ്. ഇന്ന് ഈ പറഞ്ഞ പോലെ പുരുഷന്മാരായ നമുക്ക് കോപവും വാഗ്വാദവും ഒഴിഞ്ഞിട്ട് സമയമില്ലല്ലോ. നിങ്ങളെ ചിരിക്കുകയൊന്നും വേണ്ട, ഞങ്ങളെ കോപിക്കുന്ന നിങ്ങളാണെന്ന് ഓർത്തോണം. ബുദ്ധിയുള്ള ഭാര്യമാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോപിക്കാതെ നോക്കും അല്ലേ. നമുക്ക് കോപം, ഒത്തിരി കോപം അടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ചിലരോടൊക്കെ, പ്രത്യേകിച്ച് ചില ഫാമിലി കൗൺസിലിങ്ങിലൊക്കെ ഞാൻ ചെന്ന് പെടാറുണ്ട്. പാസ്റ്ററായി പോയില്ലേ, എല്ലാം നമ്മുടെ അടുത്ത് വരും. അപ്പം പലതും കേൾക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഒത്തിരി ബോട്ടിൽഡ് അപ്പ് ആങ്കർ, നമ്മുടെ ഉള്ളിൽ ഒത്തിരി അടക്കി വെച്ച കോപമുണ്ട്. ഇല്ല എന്ന് പുരുഷന്മാർക്ക് സമ്മതിക്കാൻ പറ്റുമോ അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള കോപം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയത്തില്ല. അപ്പോൾ പലപ്പോഴും പിന്നെ രണ്ട് വാഗ്വാദം വിട്ടുകൊടുക്കത്തില്ല. ഈ കോപവും വാഗ്വാദം വെടിഞ്ഞിട്ട് വേണം എന്ത് ഉയർത്തി പ്രാർത്ഥിക്കണം? വിശുദ്ധ കരം ഉയർത്തി പ്രാർത്ഥിക്കണം. പലപ്പോഴും സഹോദരന്മാരെ, ഞാൻ ഉൾപ്പെടെ പറയുക, നമുക്ക് നമ്മുടെ കരങ്ങൾ വിശുദ്ധമാണോ? അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധ കരം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതലുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു മോശ, നമുക്കറിയാം, ഒരു മോശയുടെ കൈ ഉയർന്നിരുന്നപ്പോൾ അവിടെ ഇസ്രായേലിന് ജയം. പക്ഷേ എപ്പോഴാ മോശയുടെ കൈ താണോ അപ്പോഴവിടെ പരാജയം. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ പരാജയപ്പെടുന്നതിന് കാരണം, നമ്മുടെ കുഞ്ഞുങ്ങൾ പരാജയപ്പെടുന്നതിന് കാരണം പുരുഷന്മാരായ നമ്മൾ ദൈവം ഏൽപ്പിച്ച് ആക്കി നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത്, ആ തല എന്നൊരു സ്ഥാനത്താണ് ഒരു കുടുംബത്തിൽ പുരുഷനെ നിർത്തിയിരിക്കുന്നതെങ്കിൽ ആ തല ആയ പുരുഷൻ്റെ കരം ഉയർന്നിരിക്കുമ്പോൾ അവിടെ ജയമുണ്ട്. ഇന്ന് പലപ്പോഴും ക്രിസ്തീയ കുടുംബങ്ങളിൽ പുരുഷന്മാർക്ക് തലയായി അവരുടെ കൈ ഉയർത്തി അവിടെ ഇപ്പോൾ ജയം, ആ കുടുംബത്തിൽ ജയമെടുക്കുവാൻ കഴിയുന്നില്ല. അതാണ് സത്യം. അതിന് കാരണം എന്തും തന്നെ ആയിക്കട്ടെ, ഇനി ഒരു കാരണവും നമ്മൾ തിരഞ്ഞു പോകണ്ട. നമുക്കൊരു തീരുമാനമെടുക്കാം. പുരുഷന്മാർ, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ എഴുന്നേറ്റ് ഞങ്ങളുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കും. എൻ്റെ ഭാര്യ നന്നാവുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമെന്നല്ല, എൻ്റെ ഭാര്യ മാനസാന്തരപ്പെടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമെന്നല്ല, ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്യും. എന്ത്? ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കും. ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വ്യവസ്ഥയില്ലാതെ ഞാൻ സ്നേഹിക്കും. പറയാനാണെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ പറയാനുണ്ട്. പക്ഷേ പരസ്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ഓൺലൈനുള്ളതുകൊണ്ടുമാണ്. നിങ്ങൾക്ക് സഹോദരന്മാർക്ക് അത് മനസ്സിലായെന്ന് എനിക്കറിയാം. സഹോദരന്മാരെ, നിങ്ങളുടെ കാര്യവും അതുപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്നലെ എസ്തേഴ്സ് റിട്രീറ്റിൽ എസ്തേഴ്സിനെ കൂടാതെ ആ കൂടി 2 പുരുഷന്മാരുണ്ടായിരുന്നു, അതിൽ ഒന്ന് ഞാനുമായിരുന്നു. അപ്പം പുറയിലിരുന്ന് അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനും കേട്ടു. അപ്പം അവിടെയും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് പ്രത്യേകിച്ച് സഹോദരിമാരെ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. നിങ്ങളൊരിക്കലും ഈ പറഞ്ഞ ഇൻഫീരിയർ അല്ല. നിങ്ങളൊരിക്കലും ഈ പറഞ്ഞ ഒരു തരത്തിലും നിങ്ങൾ പുറകോട്ട് നിൽക്കുന്നവരല്ല. ശരിക്കും ദൈവം നിങ്ങളെ കൊണ്ടുവന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു പദ്ധതി കുടുംബങ്ങളിൽ നിങ്ങളെക്കുറിച്ചുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനായിട്ടും ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിയുള്ള സ്ത്രീ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും സാമർഥ്യമുള്ള സ്ത്രീ നമുക്കറിയാം. പക്ഷേ ഇന്നത്തെ പ്രശ്നം ഈ സൗകര്യമാർക്ക് ഭാര്യമാർക്കെല്ലാം സാമർഥ്യം വെച്ചിട്ട് കൂടിപ്പോയിട്ടുണ്ടോ സംശയമുണ്ട് അല്ലേ? അതുകൊണ്ട് അതല്ല, ശരിക്കും പറയും ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ പോയ ആ സദൃശവാക്യം 31-ാം അധ്യായം എന്നിടത്തുനിന്ന് വായിച്ചു നോക്കുക. അതുപോലെയുള്ള സ്ത്രീകളായി ഭാര്യമാരായി നിങ്ങളാവുമോ, അമ്മമാരാവുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ ആ കുടുംബങ്ങളെ തകർക്കുവാൻ ഒരു സാത്താൻ്റെ ശക്തിക്കും കഴിയില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും കൂടുതൽ അറ്റാക്സ്, എന്നോട് ഇവിടെ വരുന്നൊരു കുടുംബം, ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അവർ സ്ഥലപ്പേര് പറയുന്നില്ല, അവരുടെ നാട്ടിൽ അവരുടെ വീടിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത പറമ്പാണ് കുടുംബ കോടതി. അപ്പോൾ അവർ പറയുകയാണ്, വീട്ടിൽ പോകുമ്പം ആ വഴി മൊത്തം കാറുകളാണ്, അവിടെ മുഴുവൻ അങ്ങ് ആൾക്കൂട്ടമാണ്. എന്താണ്? കുടുംബ കോടതിയിലെ കേസുകൾ
അതിൻ്റെ വിളി വരുമ്പം വന്ന് നിൽക്കണം. ചില ദിവസം ഈ അദാലത്ത് വെച്ച് ചിലത് പെട്ടെന്ന് തീർത്തു വിടും. ഇപ്പം ഈ അദാലത്തൊക്കെ ഉള്ള ദിവസങ്ങൾ ആ പരിസരത്ത് ചെല്ലാൻ പറ്റത്തില്ല, അതുപോലെ അവിടെ ആൾക്കൂട്ടമാണ്. അതിലേറ്റവും വലിയ കഷ്ടം എന്താണെന്ന് പറയാം, ഞാൻ ജില്ല പറയുന്നില്ല, അത് സ്ഥലം പറയുന്നില്ല, പക്ഷേ ആ സ്ഥലങ്ങളിൽ വരുന്ന കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന് വന്ന് അപേക്ഷ കൊടുത്ത് അവിടെ വന്ന് നീണ്ട ക്യൂവിൽ കെട്ടിക്കിടക്കുന്ന ഭാര്യഭർത്താക്കന്മാർ, അവർ നല്ലൊരു പങ്കും ക്രിസ്ത്യാനികളാണ്. ലജ്ജയോടുകൂടെ പറയുന്നു. ഇനി പണ്ട് നമ്മൾ പറയും അത് ദൈവത്തെ അറിയാത്ത ക്രിസ്ത്യാനി എന്ന് എല്ലാവരും ഉൾപ്പെടുമല്ലോ. അല്ല, ദൈവമക്കളും ഒട്ടും മോശമല്ല പ്രിയപ്പെട്ടവരെ. ഇതിനൊരു മാറ്റം നമുക്ക് വേണം. എത്ര പേര് പ്രാർത്ഥിക്കും? ഇന്ന് വാസ്തവമായിട്ടും ദൈവം കുടുംബങ്ങളിൽ ഒരു വലിയ സൗഖ്യം കൊണ്ടുവരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം ഈ സഭയെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവം ചില കഷ്ടതകളിലൂടെ നമ്മളെ കുടുംബങ്ങളായി പോലും കടത്തിവിട്ടത്. എത്ര പേരത് വിശ്വസിക്കുന്നു? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി, അല്ലേ? അത് ചുമ്മാ ഒരു വാക്യമായതുകൊണ്ട് അങ്ങ് പറഞ്ഞു വിടുകയല്ല. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ പലരും പല കഷ്ടതയിലൂടെ കടന്നുപോയത് എന്തിനാണ്? സഭയായി പോലും ചിലപ്പോൾ കഷ്ടതകളിലൂടെ ദൈവം കടത്തിവിടുന്നത് എന്തിനാണ്? കുടുംബങ്ങളായി വലിയ അപമാനത്തിലൂടെയും മറ്റൊക്കെ കടന്നുപോയത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? അല്ലെങ്കിൽ നമുക്കൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ഒരിക്കലൊരു ദൈവദാസനോട് ആരോ ചോദിച്ചു, വാട്ട് ഈസ് ദ ഇനിഷ്യൽ എവിഡൻസ് ദാറ്റ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് യു ആർ കോൾഡ് ഫോർ മിനിസ്ട്രി? നിങ്ങൾക്ക് ശുശ്രൂഷയ്ക്കൊരു വിളിയുണ്ടെന്നും നിങ്ങൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചെന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷമായ ലക്ഷണം എന്താണ്? അപ്പം നമ്മളായിരുന്നു പറഞ്ഞതിൻ്റെ പ്രത്യക്ഷ ലക്ഷണം അന്യഭാഷകളിൽ സംസാരിക്കണം. അപ്പം ആ ദൈവദാസൻ പറയുന്നു, അടയാളമല്ലേ പറയാം, ട്രബിൾ, പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ അലയടിച്ച് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾക്കൊരു വിളിയുണ്ട്. 2, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം, അല്ലേ? ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ദൈവവേലയ്ക്ക് ഇറങ്ങിയാൽ കർത്താവിൻ്റെ ഹിതപ്രകാരം നമ്മൾ മുന്നോട്ടിറങ്ങുമ്പം പിന്നെ ഒരു പ്രശ്നമില്ല, ഉള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുമെന്ന. അല്ല, അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ചൈനയിലെ അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, ശരിക്കും പറഞ്ഞ സൈൻ ഓഫ് ആൻ അപ്പോസ്റ്റൽ, ഒരു ദൈവം വേലയ്ക്കായി വിളിക്കപ്പെട്ട ഒരുവൻ്റെ ഒരു ലക്ഷണം എന്തെന്ന് ചോദിച്ചാൽ, ഹീസ് ദ വൺ ഹൂ ഈസ് സ്റ്റിൽ സ്റ്റാൻഡിങ് വെൻ എവ്രി വൺ എൽസ് ഹസ് ഫോളൻ ഡൗൺ ഫ്രം ദ പ്രഷർ. ചുറ്റുമുള്ളവരെല്ലാം സമ്മർദ്ദത്താൽ വീണു പോകുമ്പോൾ, സമ്മർദ്ദം മാത്രമല്ല ഡിസ്കറേജ്മെൻറ്റ്, ഈ പറഞ്ഞ പോലെ അധൈര്യപ്പെട്ട്, ഹോപ്പ്ലെസ്നെസ് ഓഫ് എ സിറ്റുവേഷൻ, നിരാശപ്പെട്ട് വീണു പോകുമ്പോൾ, മറ്റെല്ലാവരും എനിക്ക് ചുറ്റുമുള്ളവർ വീണു പോകുമ്പോഴും ഞാൻ അപ്പോഴും നിൽക്കുന്നുവെങ്കിൽ അതാണ് എൻ്റെ മേലൊരു വിളിയുണ്ട്, എനിക്ക് ദൈവം ഒരു ശുശ്രൂഷ വെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം ഞാൻ ഇന്ന് നിൽക്കുന്നുവെങ്കിൽ. അത് തന്നെയല്ലേ അപ്പോസ്തലനായ പൗലോസ് ഈ പറഞ്ഞ പോലെ ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പം അവിടെ എഴുതിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 13-14 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഹാവിങ് ഡൺ ഓൾ ടു സ്റ്റാൻഡ്, അല്ലേ? നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ സോ സ്റ്റാൻഡ് ദെയർഫോർ, അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കണം. ഇന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഈ ആരാധനയ്ക്ക് കടന്നു വന്ന എല്ലാവരും, നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ ഇരിക്കുന്നു, പക്ഷേ ഇത്രയും സമ്മർദ്ദം ഉണ്ടായിട്ടും, ഇത്രയും നിരാശപ്പെട്ട് പോകേണ്ട അവസ്ഥയുണ്ടായിട്ടും, ഇത്രയും പ്രയാസങ്ങളിലൂടെയും പ്രതികൂലങ്ങളെയും പോയിട്ടും ഇപ്പോഴും നമ്മൾ നമ്മുടെ നാടൻ ഭാഷ നിന്ന് പിടിച്ചു അല്ല വേദനയും, അല്ലേ? നിന്ന് പിടിച്ചതല്ല, ദൈവം നിർത്തിയതാ. അത് വിശ്വസിക്കുന്നവരോ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ നിന്ന് പിടിച്ചതല്ല. അല്ലെങ്കിൽ വേറൊരു വാക്ക് നമ്മൾ പാടുമല്ലേ, നിന്നതല്ല ഞാൻ എന്നൊക്കെ പാടുമല്ലേ, നമ്മൾ നിന്നതല്ല, ദൈവം നിർത്തിയതാ. അങ്ങനെ ദൈവം നിർത്തി എന്ന് ബോധ്യമുള്ളവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം എന്നെ നിർത്തി, ഇതുവരെയും ദൈവം നിർത്തി, ഇതുവരെയും എൻ്റെ ദൈവം കൈക്ക് പിടിച്ച് എന്നെ നിർത്തിയെങ്കിൽ, വീഴാതെ വണ്ണം സൂക്ഷിച്ചെന്നെ ഇതുവരെ കൊണ്ടുവന്നുവെങ്കിൽ, ആ ദിവസത്തോളം അവൻ്റെ മഹിമാസന്നിധിയിൽ എന്നെ ആനന്ദത്തോടെ കൊണ്ട് കളങ്കമില്ലാതെ നിർത്തുവാൻ പ്രാപ്തനുള്ള ഒരുവനേ ഉള്ളൂ, അതെൻ്റെ കർത്താവ്. യൂദായുടെ ലേഖനം അവസാനത്തെ വാക്യം എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. അത് പലപ്പോഴും നമ്മുടെ ആശീർവാദമായിട്ട് പറയും, പക്ഷേ അത് ആശീർവാദമല്ല, ദാറ്റ്സ് ദ റിയാലിറ്റി. പൗലോസ് അപ്പോസ്തലൻ യൂദ എഴുതിയ ലേഖനം, യൂദ ആരോ പറഞ്ഞ പോലെ ഒറ്റ ഒരു അധ്യായമേ എഴുതിയുള്ളൂ, എന്തായാലും തൂങ്ങിച്ചാവുന്നതിന് മുമ്പ് ഒരു അധ്യായം എഴുതിയിട്ടാണ് പോയതെന്ന് ഒരാൾ പറഞ്ഞു. ആ യൂദ അല്ല കേട്ടോ, ആരോ ഒരാൾ പറഞ്ഞാണ്, എന്തായാലും പുള്ളി തൂങ്ങുന്നതിന് മുമ്പ് ഒരു അധ്യായം നോക്കി എഴുതി ബൈബിളെ ചേർത്തേച്ചാ പോയതെന്ന്. ആ യൂദ അല്ല കേട്ടോ. അവസാനത്തെ യൂദയുടെ അധ്യായം, യൂദ എവിടാന്നറിയാമല്ലോ, വെളിപ്പാട് തൊട്ടു. അടുത്ത ലാസ്റ്റ് വീഴാതെ വണ്ണം, ആ വാക്യതാ 24, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. അടുത്തത്
ആ ആണ്ടോ, ഇത് പലപ്പോഴും ഒരു ഒരു വേർഡ് ഓഫ് എന്തോ ഒരു ബെനഡിക്ഷൻ, എന്താണ്, ആശീർവാദം പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? വഴിതിടാതെ അവൻ എന്നെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൻ സവിധത്തിൽ നാഥൻ, കളങ്കമറ്റാനന്ദ പൂർണ്ണതയോടെ ഭവിക്കട്ടെ മഹത്വമങ്ങവനെന്നും ആമേൻ. യൂദ എഴുതിയ വാക്യം ഒരു പക്ഷേ കാണാൻ പഠിക്കാൻ നമുക്ക് പാടാം. പക്ഷെ അതുകൊണ്ട് ഇനി വാക്യം ഒരു പക്ഷേ കാണാൻ പഠിച്ചില്ലെങ്കിലോ എന്ന് നമ്മുടെയൊക്കെ സ്വഭാവം പഴയ അപ്പച്ചന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ച ഒരു കാര്യം ചെയ്യാം, ചില കാര്യങ്ങൾ പിള്ളേരെ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ പാട്ടിലൂടെ പഠിപ്പിച്ചാൽ പെട്ടെന്നങ്ങ് ഓർക്കും. അതുകൊണ്ടാണ് എൻ്റെ അപ്പൻ ആ പാട്ട് എഴുതി വെച്ചിട്ട് പോയത്. എന്താണ്? വഴിതിടാതെ അവൻ എന്നെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൻ സവിധത്തിൽ നാഥൻ, കളങ്കമറ്റാനന്ദ പൂർണ്ണതയോടെ ഭവിക്കട്ടെ മഹത്വമങ്ങ് അവനെന്നും ആമേൻ. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഇത് കേട്ടിട്ടുണ്ടല്ലോ, കാണുന്നു ഞാൻ യാഹിൽ എന്നുള്ള പാട്ടിൻ്റെ അവസാനത്തെ ചരണമാണ് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വീഴാതെ കൊണ്ട് ഇതുവരെ നമ്മളെ നിർത്തി എന്നുള്ളതൊരു സാക്ഷ്യമാണെങ്കിൽ ഇന്നൊരു കാര്യം ഉറപ്പിച്ചോണം, ഇതുവരെ നിർത്തി എന്ന് മാത്രമല്ല, ആ നാളുവരെ നിർത്തും. അന്ന് വരെ എന്നെ നിർത്തുവാൻ വിശ്വസ്തനാണ്, അന്ന് വരെ എന്നെ നിർത്തുവാൻ ശക്തനാണ്. ആ കർത്താവാണ് നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. നമ്മൾ ആ കർത്താവിൻ്റെ കൈ പിടിച്ചാലുള്ള കുഴപ്പം, പിള്ളേർ നമുക്കറിയാമല്ലോ, അവർ നമ്മുടെ കൈ പിടിച്ചുകൊണ്ടൊക്കെ വരാൻ അവർക്കിഷ്ടം. പക്ഷെ ചിലപ്പോൾ നമ്മൾ അവരുടെ കൈ കയറി പിടിച്ചങ്ങ് പിടിക്കും. എന്തിനാ കാര്യം? നമ്മുടെ കയ്യിലാണ് അവർ സുരക്ഷിതർ. അവർ നമ്മുടെ കൈ പിടിച്ച് അവരുടെ ഇഷ്ടത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇട്ടേച്ച് ഓടും. പക്ഷെ നമ്മളൊന്ന് ബലപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ആ പിടി ഒരു പിടി. അതുപോലെ നമ്മുടെ കൈ കർത്താവ് പിടിച്ചിട്ടുണ്ട്. ചിലപ്പം പിള്ളേർക്ക് ആ കൈ ബലിഷ്ടമായ കരങ്ങൾ പിടിക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടമല്ല, വേദനിക്കും ചിലപ്പം അല്ലേ? ഇച്ചിരി മുറുക്കെ പിടിക്കുമ്പോൾ വേദനിക്കും. ചിലപ്പം നമ്മുടെ കയ്യിലും കർത്താവ് ഒന്ന് മുറുക്കി ഒന്ന് പിടിക്കും, അപ്പോൾ ഇച്ചിരിയൊക്കെ വേദന എടുക്കും പ്രിയപ്പെട്ടവരെ. പക്ഷേ ആ പിടി എന്തിനായിരുന്നറിയാമോ? പിടി വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പിടി വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ചില ചില പിടി പിടിച്ചതിനായിട്ട് സ്തോത്രം. നമ്മുടെ എല്ലാ ജീവിതത്തിലും അങ്ങനെ കർത്താവ് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലെ സാക്ഷ്യം, എൻ്റെ കർത്താവ് ചിലപ്പോൾ പിടിച്ചത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഞാനന്ന് ഒത്തിരി പരാതി പറഞ്ഞു, ഒത്തിരി ഞാൻ ബഹളം വെച്ചു, ഒത്തിരി പറഞ്ഞ പോലെ ഞാൻ ദൈവത്തോട് പിണങ്ങിയിരുന്നു. പക്ഷേ എൻ്റെ ദൈവം അത്രയും എന്നെ സ്നേഹിച്ചതുകൊണ്ട് എന്നെ ബലപ്പെടുത്തി ഒന്ന് പിടിച്ചതാണ് അല്ലേ? അവിടെ നമുക്കൊരു കാര്യം ഓർക്കണം. ഒരു വാക്യം നമുക്കൊന്ന് നോക്കാം. 4-ാം സങ്കീർത്തനം 1-ാം വാക്യം. 4-ാം സങ്കീർത്തനം 1-ാം വാക്യം. നമ്മളെ എന്തിനീ കഷ്ടങ്ങളിലൂടെ ദൈവം പറഞ്ഞു വിടുന്നു അല്ലെങ്കിൽ കടത്തി വിടുന്നു എന്ന് ചോദിച്ചാൽ അത് 4-ാം അധ്യായം 1-ാം വാക്യം. അത് ഇംഗ്ലീഷിൽ "Thou has enlarged me when I was under pressure" എന്നൊരു തർജ്ജമ, RSVയിലാണെന്ന് തോന്നുന്നു ആ തർജ്ജമ അല്ലേ? അതായത് മലയാളത്തിൽ ഇങ്ങനെയാണ്: ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഞാൻ ഞെരുക്കത്തിലിരിക്കുമ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. പലപ്പോഴും ആ വാക്യം കേൾക്കുമ്പം നമുക്ക് വരുന്നത്, എനിക്ക് പണ്ട് വലിയ കഷ്ടവും പ്രയാസമൊക്കെ ആയിരുന്നു, പെട്ടെന്ന് എനിക്കിപ്പം ആ പ്രയാസമൊക്കെ മാറി എനിക്കിപ്പം സമൃദ്ധിയായി. ഇതാണ് നമുക്ക് മനസ്സിൽ വരുന്ന ഒരു അർത്ഥം. അങ്ങനെയല്ല. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല അല്ലേ? അത് നമുക്കറിയാം. ദാവീദ് അത് ആരെഴുതിയെന്നുള്ള അവിടെ തന്നെ ഉണ്ട്. ദാവീദ് ഇത് എപ്പോഴാണ് എഴുതിയത്? തൻ്റെ ജീവിതത്തിൽ താൻ ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യമായിരിക്കും. താൻ പെട്ടെന്നൊരു വ്യഭിചാരിയായിട്ട് മാറി, പെട്ടെന്നൊരു കൊലപാതകനായിട്ട് മാറി അല്ലേ? തൻ്റെ ജീവിതത്തിൽ ഒട്ടും വരാൻ പാടില്ലാത്ത 2 പ്രധാനപ്പെട്ട പട്ടികപ്പെട്ട 2 പാപമാണ് താൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കരുണ എന്ത് ചെയ്തു? ഒരു പ്രവാചകനെ അയച്ച് തന്നെ ചൂണ്ടിക്കാണിച്ചു, ദേ നീ പാപം ചെയ്തു, നീ പാപിയാണ്. പെട്ടെന്ന് ആ മനുഷ്യനെ എന്ത് ചെയ്തു? നെടുമ്പാട് വീണ് ഈ പറഞ്ഞ കരഞ്ഞ് ഈ പറഞ്ഞ കർത്താവിനോട് നിരന്ന് ഈ നിരപ്പ് പ്രാപിച്ചു. അതുകൊണ്ടാണല്ലോ 51-ാം സങ്കീർത്തനം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പ്രാപിച്ച മനുഷ്യൻ നമുക്കറിയാം, അതിൻ്റെ ആ താൻ ചെയ്ത പാപത്തിന് തനിക്ക് വളരെ കഠിനമായ ചില ജഡ്ജ്മെൻറ്റ്സ് തൻ്റെ മേൽ വന്നു അല്ലേ? ചില ന്യായവിധി തൻ്റെ ജീവിതത്തിൽ വന്നു, അത് ശരിയാണ്. പക്ഷേ ആ ജഡ്ജ്മെൻ്റൊക്കെ വന്നു, ന്യായവിധിയൊക്കെ വന്നപ്പോഴും ഒരിക്കൽ അതിൻ്റെ തനിക്ക് പെട്ടുപോയ കഷ്ടം എന്താണെന്നറിയാമോ? തൻ്റെ സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി ഓടേണ്ടി വന്നു. അതും ആരെ പിടിച്ച ഓടിയെന്നറിയാമോ? അബ്ശലോമിനെ പിടി. അബ്ശലോം ആരാ? അടുത്ത രാജ്യത്തെ ശത്രു രാജാവോ? അല്ല, തൻ്റെ മകനെ പേടിച്ച് താൻ ഓടേണ്ടി വന്നു അല്ലേ? ഗുഹകളിലും മലകളിലും പോയി രാവാർത്തു അല്ലേ? സകലരും തന്നെ ഈ പറഞ്ഞ പോലെ പ്രാകുന്നത്, പുറകെ നടന്ന് തന്നെ കേഴ്സ്ഡ് അല്ലേ? തൻ്റെ തന്നെ പഴയ തൻ്റെ ആൾക്കാർ തൻ്റെ കൂടെ വന്ന് പുറകെ വന്ന് എന്താണ്? നീച, ദുഷ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? ശരിക്കും പറഞ്ഞാൽ ശപിക്കാൻ തുടങ്ങി അല്ലേ? ഇങ്ങനെ ഞാൻ ഇതിനൊക്കെ എന്ത് ചെയ്തു? ഞാൻ എന്ത് ദോഷം ആർക്ക് ചെയ്തു? എൻ്റെ കൂടെ നിന്നവർ, എൻ്റെ അപ്പം കക്ഷിച്ചവർ അല്ല, എൻ്റെ സഹോദരന്മാർ, എന്തിനാ ഇപ്പം എൻ്റെ മക്കൾ എന്നെ വിരട്ടി ഓടിക്കുന്നു?
ഇങ്ങനെ ഓടിയ ഓട്ടം നമുക്കറിയാം. ആ ഓടിയ ഓട്ടത്തിലൂടെയും നല്ലോണം ഓർക്കണമേ, ഹാവിങ് ടു ഫ്ലീ ഫോർ ഹിസ് ലൈഫ് ആൻഡ് സഫർ ഹൊറിബിൾ ഇൻഡിഗ്നിറ്റീസ് ബ്രോട്ട് എൻലാർജ്മെൻറ്റ് ടു ഡേവിഡ്. ഒരു ഭക്തൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. തൻ്റെ ഈ വലിയ ഓട്ടത്തിലും താനായിപ്പെട്ട ഈ വലിയ കഷ്ടത്തിലൂടെയും ദൈവം തന്നിലൊരു പണി ചെയ്തുകൊണ്ട് എന്താണെന്നറിയാമോ, തൻ്റെ ഹൃദയത്തിലൊരു വലിയ വിശാലത അങ്ങ് ദൈവം വരുത്തുക. നല്ലോണം ഓർത്തോണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പം കടന്നു പോകുന്ന നമ്മൾ ഈ ഓട്ടം ഓടുകയാണ് ഇപ്പോഴും, അല്ലേ? ഈ ഓട്ടം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഒരു പിടിയില്ല. ചിലർ പറയാൻ എനിക്ക് ഒരു പിടിയില്ല, ഒരന്തമില്ല എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? ഈ അന്തമില്ലാത്ത ഓട്ടം നമ്മൾ ഓടുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോ, ഈ ഓട്ടത്തിലൂടെയും ദൈവം എൻ്റെ ഹൃദയത്തെ വിശാലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു വിശാലതയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരിക. എന്താണ് ആ വിശാലത? എന്താണ് ആ വിശാലത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ദൈവത്തിനൊരു സാക്ഷ്യം ഈ ദാവീദിനെ പറ്റി പറയണം. എന്താണെന്നറിയാമോ? ഹീസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനാണിവൻ. ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനാണ്. ഒരു ദിവസം നമ്മളെക്കുറിച്ച് കർത്താവിന് ഇത് പറയണം. എന്താ? എൻ്റെ ഹൃദയപ്രകാരമുള്ള മോനായത്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മകളാണിത് എന്ന് നമ്മളെക്കുറിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം പറയണമെങ്കിൽ നമ്മളെ എന്നും കൊട്ടാരത്തിൽ ഇരുത്തിയാൽ പറ്റത്തില്ല. നമ്മൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മളെങ്ങനെ നമ്മളുടെ സുഖമായി അവിടെ ഇരുത്തിയാൽ പറ്റത്തില്ല. ആ വിശാലത നമ്മുടെ ഹൃദയത്തിൽ വരത്തില്ല പ്രിയപ്പെട്ടവരെ. അപ്പം ഈ പറഞ്ഞ പ്രഷേഴ്സ് പ്രൊഡ്യൂസ് പെർസിവിയറൻസ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന സമ്മർദ്ദങ്ങൾ, ആ സമ്മർദ്ദങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ കർത്താവിന് കൊള്ളാവുന്ന പാത്രങ്ങളായി ഒരുക്കിയെടുക്കുന്നത്. ഒരു ആമയും പറഞ്ഞാട്ടെ അതിന്. ഞാൻ കടന്നു പോകുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ അനേകമായ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എത്തിയത് എന്നൊരു സാക്ഷ്യമായിട്ട് ആർക്കെങ്കിലൂടെ പറയാനുണ്ടോ? ഒരു പക്ഷേ നമ്മളിപ്പോഴും ഓടുന്നുണ്ടായിരിക്കും. ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ ഒളിച്ച് ഈ പറഞ്ഞ ഗുഹയിലിരിക്കുന്ന ആളായിരിക്കാം, അല്ലേ? ഇപ്പോഴും എനിക്ക് വെട്ടപ്പെടാൻ കഴിയാതെ വണ്ണമായിരിക്കാം. പക്ഷേ അവിടെയും ഓർത്തോണം, ആ അവസ്ഥയിൽ ദൈവം നമ്മളെ കൈവിടുകയല്ല ചെയ്തത്, അവിടെയും ദൈവം നമ്മളെ ഒരുക്കുകയാണെന്നുള്ള കാര്യം ഓർത്തോണം. അപ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ദാവീദ് ഉണ്ടാക്കി വെച്ചത് നാടൻ ഭാഷ പറഞ്ഞാൽ കയ്യിരിപ്പ് കൊണ്ടായിരിക്കാം. പക്ഷേ ആ കയ്യിരിപ്പ് കൊണ്ട് താൻ ഉണ്ടാക്കി വെച്ചത് അതെല്ലാം തന്നെ ഗോഡ് ഗ്രേഷ്യസ്ലി യൂസ്ഡ് ഇറ്റ് എവറിത്തിങ്, അല്ലേ? തൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ് പലതും സംഭവിച്ചു. പക്ഷേ അതെല്ലാം തന്നെ ദൈവം ഇപ്പോൾ എന്ത് ചെയ്തു? തനിക്ക് നേരെയല്ല, തനിക്ക് വേണ്ടി ഉപയോഗിക്കുക. എന്താ? തന്നെ പരുവപ്പെടുത്തിയെടുത്ത്, തന്നെ പണിതെടുത്ത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനാക്കുവാനുള്ള ആ പണിയിൽ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ആവശ്യമായിരുന്നു. ഇനി പറഞ്ഞേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുറകോട്ട് ചിന്തിക്കുമ്പം ചിന്തിക്കാൻ പോലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഓക്കെ, കറക്റ്റ്, അത് തന്നെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തി വെച്ചത്, അത് നമ്മുടെ കയ്യിരിപ്പോണ്ട് വരുത്തി വെച്ചതാവാം, അല്ലേ? അതാണെങ്കിൽ പോലും അതിന് ചിലപ്പം ദൈവം ചില ന്യായവിധികൾ നമ്മുടെ ജീവിതത്തിൽ അയക്കും. പക്ഷേ അതുപോലും ദൈവം എന്നെക്കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നുവോ അതാക്കി തീർക്കുവാൻ, അല്ല അതിലേക്ക് എന്നെ കൊണ്ടു ചെല്ലുവാൻ ആ സംഭവങ്ങളും അതിനും ഒരുപക്ഷെ ദൈവം അനുവദിച്ച ചില ന്യായവിധികൾ പോലും, അതായത് ചില കിട്ടിയ ശിക്ഷകൾ പോലും, അതുപോലും ദൈവം എന്നെ ദൈവം ആഗ്രഹിക്കുന്ന ആളാക്കുവാൻ ദൈവം എടുത്തുപയോഗിക്കും. അതിനെ രാമൻ പറഞ്ഞാട്ട്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വീഴ്ചകൾ വന്നിട്ടുണ്ട്, പരാജയങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പരാജയം വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുന്നിൽ ഇരുത്തി, ഞാൻ ദേഷ്യപ്പെട്ട് മുന്നോട്ട് വരുത്തിയല്ല. ഐ വാണ്ടഡ് ടു ഷോ യു സംതിങ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നിട്ടുണ്ട്, അല്ലേ? പക്ഷേ ഈ ദിവസങ്ങൾ ഒരു കാര്യം മനസ്സിലായി, അനേക കുടുംബങ്ങൾ തകരുന്നു. എവിടെ നോക്കിയാലും, ഏത് സഭയെ നോക്കിയാലും അനേക ദൈവദാസന്മാരുടെ കുടുംബങ്ങൾ നോക്കുമ്പോൾ തകരുന്നു. എന്നോടൊന്ന് സ്വകാര്യമായിട്ട് രഹസ്യമായിട്ട് വന്ന് ഒത്തിരി കാര്യങ്ങൾ പറയുന്ന പാസ്റ്റർമാരുണ്ട്. കുടുംബകാര്യമോ പറയുന്നത്, പാസ്റ്റർമാരെ ഭാര്യമാരും വന്ന് പറയാറുണ്ട്, പാസ്റ്റർമാരെ മക്കൾ വന്ന് കഥകൾ പറയാറുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഏറ്റവും അടുത്ത 2 സ്നേഹിതന്മാർ കൗൺസിലേഴ്സാണ്. അവരേറ്റവും കൂടുതൽ കൗൺസിൽ ചെയ്യുന്നത് ക്രിസ്ത്യൻ ലീഡേഴ്സിനെയാണ്. അവർ വന്ന് എന്നോടുള്ള സ്നേഹം കൊണ്ട് ചില കാര്യങ്ങൾ അവർക്ക് ആരോടെങ്കിലും ഒന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നോടൊന്ന് പറയാറുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കഥകളാണ് ഞാൻ കേൾക്കുന്നത്. അതിലൊന്നുപോലും എനിക്ക് പറയാൻ പറ്റത്തില്ല, ഡീറ്റെയിൽസ് ഒന്നും എനിക്കും അറിയത്തില്ല. അവരാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്കറിയാം പലതുകൊണ്ടും. അങ്ങനെയെങ്കിൽ ഇന്ന് പിശാച് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ തകർക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്തീയ കുടുംബങ്ങളെയാണ്. പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കുടുംബങ്ങളെയാണ്, പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നവരുടെ കുടുംബങ്ങളെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ സഭയ്ക്കൊരു വിളി ദൈവം തന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? കുടുംബങ്ങളെ പണിയുന്നവൻ,
കുടുംബങ്ങളുടെ കേട് തീർക്കുന്ന റിപ്പയറർ ഓഫ് ഹോംസ്, ഫാമിലീസ്, അല്ലേ? കുടുംബങ്ങളുടെ കേട് തീർക്കുന്ന ഒരു സഭയായിട്ടും കൂടെ ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അനേക കുടുംബങ്ങളുടെ കേട് തീർക്കുവാൻ, അത് ഈ ചർച്ചിൽ വരുന്ന കുടുംബങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല, അനേക കുടുംബങ്ങളെ പുറത്തും ഈ ലോകത്തുള്ള അനേക കുടുംബങ്ങളുടെ കേടുകൾ തീർത്ത് അവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ശക്തരായ ദൈവത്തിൻ്റെ വേലയ്ക്കായി കൊണ്ടുവരുന്ന ഒരു വലിയ പദ്ധതി ദൈവം വെച്ചിട്ടുണ്ട്. പലപ്പോഴും പിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഞങ്ങൾ പോകുമ്പോൾ അറിയാം, പ്രത്യേകിച്ച് ഭാര്യയോട് സംസാരിച്ചാൽ ഭാര്യയുടെ ഒരു ഭാഗം മൊത്തം കേൾക്കും, ഭർത്താവിനോട് ഭർത്താവിൻ്റെ മൊത്തം സങ്കടം കേൾക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേരിനും കേൾക്കാമെന്നല്ലാതെ ഒരു ഗുണവുമില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ തന്നെ ചിന്തിച്ച്, ദൈവമേ, എന്തുകൊണ്ട് ചില കുടുംബങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു? എന്തുകൊണ്ട് ഇവർക്കൊന്ന് വിട്ടുകൊടുത്തുകൂടെ? എന്തുകൊണ്ട് ഇവർക്കൊന്ന് ക്ഷമിച്ചുകൂടെ? എന്തുകൊണ്ട് ഇവർക്കൊന്ന് ഒന്നായിട്ട് വെക്കൂടെ? ഈ പറഞ്ഞ ഡിവോഴ്സ് കേസുകളൊക്കെ പലരും നമ്മൾ തലയിടാറുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കും, എന്തുകൊണ്ടിങ്ങനെ? പക്ഷേ ഇന്ന് ഈ ദിവസങ്ങളിൽ ഒരു കാര്യം മനസ്സിലായി, ഇതെല്ലാം ദൈവം അറിയാതെയല്ല, പക്ഷേ ഇതൊന്നും ഈ പറഞ്ഞ പോലെ ദോഷത്തിനായിട്ടല്ല. ഒടുവിൽ അവിടെ ദൈവനാമം മഹത്വപ്പെടാൻ പോവുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കല്യാണം കഴിച്ച് എൻ്റെ പിതാവുള്ള കാലത്താണ്. ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു ചെറിയൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടായി. ഞങ്ങളുടെ വീട്ടുകൾ ഞങ്ങളുടെ പിതാവിന് മാത്രമേ ഇതറിയാവൂ, അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം പിതാവിൻ്റെ ഒരു സ്നേഹിതൻ, ഒരു കർത്തൃവേലയിലുള്ള ഒരു ദേവദാസനാണ് അദ്ദേഹം. എൻ്റെ പിതാവിനെ കാണാൻ വന്നപ്പം എൻ്റെ പിതാവുമായിട്ട് നല്ല അടുപ്പമുള്ള ഒരാളാണ്. അദ്ദേഹം ഇവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് അദ്ദേഹത്തോട് പതുക്കെ പറഞ്ഞു, എൻ്റെ പപ്പ പറഞ്ഞു, ബ്രദർ, പിള്ളേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, മോന് വേണ്ടി പ്രാർത്ഥിക്കണം, മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ത് പറ്റി? എന്തോ അവർക്കൊരു ചെറിയൊരു പ്രയാസം ഉണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. ഉടനെ അദ്ദേഹം തമിഴനായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പോകാൻ നേരത്ത് പതുക്കെ പുറകോട്ട് വന്ന് എൻ്റെ അടുത്ത്, തമ്പി വാ, എന്നെ തമ്പി എന്നല്ല വിളിക്കുന്നത്, മോനെ എന്നുള്ളതിന് പുള്ളി ഈ തമിഴിന് മോനെ വിളിക്കും, മോണെ ആയിപ്പോവും. അപ്പം മോണെ വാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, മോണെ, വൈ ഗാഡ് ആസ് അലൈവിങ് സഫറിങ് ഇൻ യുവർ ലൈഫ് യു നോ? ഞാൻ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്ന്, എന്തോന്ന് സഫറിങ്, എനിക്ക് ആകെ ദേഷ്യം വന്നിരിക്കുക. ഇല്ല മോണെ, ഇഫ് ഗാഡ് ഹാസ് അലൗഡ് സം സഫറിങ് ഇൻ യുവർ ലൈഫ്, ഈവൻ ഇൻ യുവർ ഫാമിലി ലൈഫ്, ഗാഡ് ഹാസ് എ പർപ്പസ്, ഗാഡ് വിൽ ഫുൾഫിൽ ദാറ്റ് പർപ്പസ് ഇൻ യു മൈ സൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു. മോളെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെഞ്ചും തട്ടിയേച്ച് പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യമാണ് വന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം, ദൈവവേലയ്ക്കായി എന്നെ കണ്ടിരിക്കുന്നുവെങ്കിൽ, ദൈവവേലയ്ക്കായി ഞങ്ങളെ വേർതിരിച്ചിരിക്കുന്നില്ല, എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എന്നുള്ളൊരു ചോദ്യവും അതിൻ്റെ പേരിൽ ദൈവത്തോടൊരു അമർഷവും ഒരു ദേഷ്യവും എല്ലാം എനിക്കുണ്ട്. അന്യോന്യത്തെക്കാട്ടിലും, അന്യോന്യമൊന്നുമല്ല, എനിക്ക് ദൈവത്തോട് തന്നെ ഒരു മടുപ്പ് വന്നൊരു സമയമായിരുന്നു ആ കാലത്ത്. കാര്യം ദൈവവിളിക്ക് ഒരു വിളിയുള്ളവരാണ് ഞങ്ങളെന്നുള്ള മനസ്സിലായി. ദൈവവേലയ്ക്കാണ് ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ വേണ്ടി നിൽക്കുക. സഭയൊന്നും തുടങ്ങിയില്ല കേട്ടോ, അതിനൊക്കെ മുമ്പാണ്. അന്ന് ആ ദേവദാസൻ്റെ ഒരു കാര്യം പറഞ്ഞു, മോനെ, നിൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഈ അവസ്ഥകൾ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് അനേക കുടുംബങ്ങളുടെ മുറിവ് കെട്ടാൻ വേണ്ടി നിന്നെ ദൈവം ഉപയോഗിക്കുകയാണെന്ന് ആ പറഞ്ഞ ദേവദാസൻ എന്ന് കർത്തൃസലിൽ വിശ്വസിക്കുന്നു. പക്ഷേ അന്നോ അടുത്ത ദിവസമോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ആൻറ്റി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു നല്ല മഴയ്ക്ക് ഒരു ഓട്ടോയും പിടിച്ച് റോഡിൽ നിർത്തിയിട്ട് ഓടി കയറി വന്നത്. അപ്പച്ചനുണ്ടോ എന്ന് പറഞ്ഞ് കയറി വന്നു. ഞാൻ പറഞ്ഞപ്പോൾ അപ്പച്ചനില്ല. നമ്മൾ എവിടെ പോയി? അപ്പച്ചൻ എങ്ങാണ്ട് ഒരിടത്ത് ഒരു കല്യാണ റിസപ്ഷന് പോയി. എനിക്കും സുഖമല്ലാതെ ഞാൻ വീട്ടിലിരിക്കുക. ജെസിയും പപ്പായും കൂടെ ഓട്ടോ പിടിച്ച് ഒരു റിസപ്ഷന് പോയി. സെനറി ഹാളിലോ പോളിയോ ഹോമിലോ അങ്ങോട്ട് പോയിരിക്കുക. ഞാൻ വയ്യാത്തതുകൊണ്ട് വീട്ടിലിരിക്കുക. അപ്പോൾ ഈ പുള്ളിക്കാരത്തേക്കും വല്ലാണ്ട് വിഷമിച്ച്, അയ്യോ ഞാൻ അപ്പച്ചനുണ്ടെന്ന് പറഞ്ഞാണല്ലോ വന്നത്, ഇനിയിപ്പോൾ അപ്പച്ചൻ എപ്പം വരും? ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ പോയതേ ഉള്ളൂ, 1 മണിക്കൂറിനകത്ത് വരും, ഇരിക്കുക. ഇല്ല, അത് ഞാൻ പോട്ടെ, ഞാൻ ഓട്ടോ വിളിയിക്കുന്ന ആകെ. ഞാൻ പറഞ്ഞു, ഇരിക്കുക ആൻറ്റി. ഇല്ല, അത് സാമിനോട് അപ്പച്ചനില്ല, എപ്പം വരും ഇനിയിപ്പം? എത്ര? ഞാൻ ചോദിച്ചു, ഇരിക്കുക. ഞാൻ ഓട്ടോ ഇങ്ങ് വിട്ടേക്കുന്ന ഓട്ടോ ഞാൻ വേറെ പിടിച്ചു തരാം. ഇരുന്നു. ഞാൻ എന്തു പറ്റി ആൻറ്റി? അന്ന് ഞാൻ ഈ മിനിസ്ട്രി തുടങ്ങിയില്ല, ചർച്ച തുടങ്ങിയില്ല, പാസ്റ്ററല്ല, ഒന്നുമല്ല. പെട്ടെന്ന് ഈ ആൻറ്റി പറഞ്ഞു, എന്തോ പറയാനാ, രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പം ഞാനും ഭർത്താവുമായിട്ടൊരു വഴക്ക്. ഞങ്ങളിങ്ങനെ 1 പറഞ്ഞ് 2 പറഞ്ഞ് ഞങ്ങൾ അന്യോന്യം ഒരു ചെറിയൊരു കൈവെപ്പ് ശുശ്രൂഷയൊക്കെ അന്യോന്യം നടത്തി. അപ്പം ഇപ്പം തിരിച്ചിരുമ്പോൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് എനിക്കാണെങ്കിൽ ഇന്ന് പകൽ ഓഫീസിൽ പോയിട്ട് എനിക്കിരുന്ന് ജോലി ചെയ്യാനേ പറ്റിയില്ല. ഞാൻ പിന്നെ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇറങ്ങി, ഞങ്ങളുടെ ഓഫീസിൻ്റെ അപ്പുറത്തൊരു കത്തോലിക്ക പള്ളിയുണ്ട്, അവിടെ പോയി തുറന്നു കിടക്കും ആ പള്ളി. ഞാൻ ബാക്കിൽ പോയ ബെഞ്ചിൽ പിന്നെ ഇത്രയും നേരം ഇരുന്ന് കരഞ്ഞു. ഇപ്പം നേരമായില്ല, വീട്ടിൽ പോകണമല്ലോ. ഞാൻ പെട്ടെന്ന് ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അപ്പച്ചനെ കണ്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാനാണ് വന്നത്. പക്ഷെ അന്ന് കിട്ടിയത് അപ്പച്ചനെയല്ല, എന്നെയാണ്. ഉടൻ ഞാൻ പെട്ടെന്ന്, ആൻറ്റി ഒന്നുകൊണ്ടും വിഷമിക്കരുത്, ഇതെല്ലാം ദൈവം അറിയാതെ അല്ല ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൗൺസിലിങ്ങിൻ്റെ തുടക്കം
പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ആൻറ്റി കരയാൻ തുടങ്ങി. ഞാനും കരഞ്ഞു അറിയാതെ. ആൻറ്റിയുടെ കൈ പിടിച്ച് ഞാനും ആൻറ്റിയും കൂടെ അങ്ങോട്ട് മുട്ടുകുത്തിയ പായലോട്ട് ഞങ്ങളൊരു ശരിക്കും അറിഞ്ഞൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കരഞ്ഞ് സന്തോഷമായിട്ട് ഞാൻ ഓടിച്ചെന്ന ഓട്ടോ പിടിച്ച് ആൻറ്റിയെ വിട്ടു. ആൻറ്റിക്ക് സന്തോഷമായി. ഇന്നിവിടെ അപ്പച്ചനില്ലാത്തതിനായി സ്തോത്രം. കാര്യം അപ്പച്ചൻ്റെ മോൻ്റെ ശുശ്രൂഷ വെളിപ്പെട്ടു വന്ന്. അന്ന് തന്നെ ഞാൻ ഒരു കാര്യം ചിന്തിച്ച് അന്ന് രാത്രി കുടുംബ പ്രാർത്ഥന ഞാൻ പറയുകയും ചെയ്തു. ഇന്നലെ അങ്കിള് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, അനേക കുടുംബങ്ങളുടെ മുറിവ് കെട്ടാൻ ചിലപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ദൈവം അനുവദിക്കും. അതെന്തിനെന്ന് ദൈവത്തോട് ചോദിക്കണ്ട. ഇന്ന് ദൈവം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തുമില്ല. അനേകരുടെ മുറിവ് കെട്ടാൻ ദൈവം ചില മുറിവുകൾ നമ്മുടെ ജീവിതത്തിലും വരുത്തും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ഗോഡ് ഹാസ് എ റീസൺ ആൻഡ് എ പർപ്പസ് ഫോർ അലോയിങ് ദാറ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ദൈവം അനുവദിക്കാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്തിനാണെന്നറിയാമോ? നിങ്ങളെ അപമാനിക്കാനോ നിങ്ങളെ തകർത്ത് കളയാനോ നിങ്ങളെ നിരാശപ്പെടുത്തി ഈ പറഞ്ഞ പിശാചിൻ്റെ കയ്യിൽ ആയുധമായിട്ട് ഇട്ട് കൊടുക്കാനോ ഒന്നുമല്ല. പകരം ദൈവനാമം മഹത്വപ്പെടേണ്ടതിന്, അനേകരുടെ ഈ പറഞ്ഞ പോലെ അനുഗ്രഹത്തിന്, അനേകരുടെ ആശ്വാസത്തിനായിട്ട് ഒരു ശുശ്രൂഷ നിങ്ങൾക്കുണ്ടെന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ഈസ് ദ ഇനീഷ്യൽ എവിഡൻസ്? Trouble. If you are facing some trouble, if you are having some trouble in your family, if you are having some trouble in your marriage, if you are having some trouble in whatever you do, that's an indication that you are being filled with the Spirit and you have a ministry. നിങ്ങൾക്ക് ഒരു അഭിഷേകം ഉണ്ടെന്നും നിങ്ങൾക്കൊരു ശുശ്രൂഷ ദൈവം വെച്ചിട്ടുള്ളതും ഒന്നാമത്തെ അടയാളമാണ് നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ചില പ്രശ്നങ്ങൾ. ഇനി രാമയം പറയാമോ? ഇനി ഞാൻ തിരിച്ചു വെച്ചോട്ടെ, ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുന്നൊരു കൈവോക്കിയോ രാമയം പറഞ്ഞേ? ഒരു കൈ പോലും പൊങ്ങിയില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ട്. അതിനൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അല്ലേ, പ്രായഭേദമന്യേ എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഈ പറഞ്ഞാൽ പ്രായമായവർ, ചില പ്രായമുള്ളവർ, ഞങ്ങൾ വല്യപ്പനും വല്യമ്മയൊക്കെ ആയെന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾക്കൊരു ശുശ്രൂഷ ഉണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾ പറയുമോ, ഇന്നെൻ്റെ ഭർത്താവ് ഒന്ന് വന്നിരുന്നെങ്കിൽ, ആ കാലൻ ഇന്ന് വന്നില്ലല്ലോ എന്ന് പറയുന്ന ഭാര്യമാരുണ്ട്. ഇന്ന് മാനസാന്തരപ്പെട്ടോണം അല്ലേ? അതുകൊണ്ട് തിരിച്ച് നിങ്ങളും എൻ്റെ ഭാര്യയെ കൂടാ ഞാൻ ഇന്ന് വന്നല്ലോ എന്നും ചിന്തിക്കരുത് അല്ലേ. നിങ്ങളുടെ ഭാര്യ പിന്നെ ഓൺലൈനിൽ കൂടെ കേട്ടോളും, പേടിക്കണ്ട. പക്ഷേ ഇന്ന് I want to encourage all of you. God has a plan. God has a purpose. അല്ലേ? ഇന്ന് പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്. എന്തിന് ദൈവം അനുവദിച്ചു? പ്രത്യേകിച്ച് കുടുംബജീവിതങ്ങളിൽ നമ്മൾ ചിലപ്പം ചില പ്രയാസങ്ങളിൽ കടന്നു പോകുമ്പം നമുക്കുണ്ടാകുന്ന ഒരു അപമാനമുണ്ട്. അതറിയാമോ? ഒരു ഭർത്താവിനെ സംബന്ധിച്ചോളം നമുക്ക് പ്രത്യേകിച്ച് ഈഗോയിസ്റ്റിക്കാണ് നമ്മൾ അല്ലേ. നമ്മുടെ ഈഗോയെ തൊട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഭാര്യമാർക്കല്ലെങ്കിൽ സൗര്യമാർക്കാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നം. പക്ഷേ അതിൽ കൂടെ ഉണ്ടാകുന്ന അപമാനം, ഒരു കുടുംബത്തിലൊരു വേർപിരിയലുണ്ടാകുക, ഒരു ഡിവോഴ്സ് ഉണ്ടാകുക അല്ലേ, ഒരു സെപ്പറേഷൻ ഉണ്ടാകുക, അത് വലിയ അപമാനമാണ്. മറ്റേ സമൂഹം ഇതങ്ങ് വളരെ സാധാരണമായിട്ട് കാണുന്നെങ്കിലും പലപ്പോഴും അതൊരു വല്ലാത്തൊരു സ്റ്റിഗ്മ ഉണ്ടാവും അല്ലേ. പക്ഷേ ദൈവം അതറിയാതെ അല്ല പ്രിയപ്പെട്ടവരെ അനുവദിച്ചത്. അപ്പം അതിൻ്റെ ഏറ്റവും അതിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം, അതിൻ്റെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആരാണെന്നറിയാം? മക്കളാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഞാൻ തുറന്നു പറയാം, നമ്മുടെ ചർച്ചയിൽ തന്നെ അറിയാമല്ലോ, ചില കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ പോലെ സിംഗിൾ പേരൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പനും അമ്മയും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ മരിച്ചു പോയതായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അങ്ങനത്തെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ ചർച്ചിൽ അല്ലേ. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവനാമം മഹത്വത്തിനായിട്ട് പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് അവരിലൊക്കെ ഒരു പണി അങ്ങ് തുടങ്ങിയിട്ട് അതിൻ്റെ വ്യത്യാസം കേട്ടപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ കുഞ്ഞുങ്ങളുടെയും സാക്ഷ്യങ്ങൾ കേട്ടപ്പം ഭയങ്കര സന്തോഷം. ഇപ്പം നല്ലൊരു കുഞ്ഞിനോട് പറഞ്ഞു, അങ്ങളെ പ്രാർത്ഥിക്കണേ, എൻ്റെ പപ്പായും അമ്മയും ഒന്നിച്ചാവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ അല്ലേ. വേറെ ഒരു കുഞ്ഞിനെ ദൂരെ നിന്ന് വേറൊരു പട്ടണത്തിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കണേ, ഞങ്ങളുടെയൊക്കെ അപ്പന്മാരും അമ്മമാരൊക്കെ തമ്മിൽ ഈ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ തമ്മിലൊക്കെ ഒന്നിച്ച് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. അല്ല ചോദിക്കേ, ഞാൻ ചിന്തിച്ചു നമ്മളൊക്കെ ഇനി കൗൺസിൽ ചെയ്ത് ഇവരെയൊക്കെ ശരിയാക്കാൻ പോവാന്ന്. പക്ഷേ ഒന്നുമല്ല, അവരുടെയൊക്കെ മക്കളെ കൊണ്ട് ദൈവം പ്രാർത്ഥിപ്പിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന പെട്ടെന്ന് ദൈവം കേൾക്കും അല്ലേ. കുഞ്ഞുങ്ങളെ പ്രാർത്ഥന പെട്ടെന്ന് ദൈവം കേൾക്കും. അവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ തട്ടി ഉണർത്തി പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദൈവം അല്ലേ. ഇന്ന് കണ്ടില്ലേ, രാവിലെ കുഞ്ഞുങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ യോഗം നിർത്താൻ കഴിയാതെ വണ്ണം ഒരു ദൈവപ്രവൃത്തിയാണ് രാവിലെ ഇവിടെ കണ്ടത്. അവിടെ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ നമ്മുടെ ജീവിതത്തിൽ ചില ഞെരുക്കങ്ങൾ ദൈവം അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയാ? വിശാലതയിലേക്ക് വരുത്താൻ വേണ്ടിയാണ്. ഒരാമയം പറഞ്ഞാട്ടെ, അതിന് രാമയം പറഞ്ഞാട്ടെ. ഇനി നമ്മുടെ ജീവിതത്തിൽ അടുത്തത്,
പക്ഷേ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ചില കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പം ഈ വിശാലത എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ വി നീഡ് ടു അക്നോളജ് അവർ ഫെയിലിയേഴ്സ്. നമ്മുടെ തെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? സമ്മതിക്കുക മാത്രമല്ല, ആൻഡ് റിപ്പൻറ്റ്, നമ്മൾ മാനസാന്തരപ്പെടണം. ഭർത്താക്കന്മാരായ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. ഭാര്യമാരായ സൗകര്യമാരെ നിങ്ങളോടും പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം പ്രിയപ്പെട്ടവർ, അല്ലേ? മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താ? റിനൗൺസ് ആൻഡ് ടേൺ ഫ്രം അവർ സിൻസ്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങണം. അതാണ് മാനസാന്തരം. നമ്മുടെ ജീവിതത്തിൽ ആ ചസ്റ്റൈസ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സഫറിങ്സ്, ഇതെല്ലാം നമ്മളെ ഒരു ബെറ്റർ ഹസ്ബൻഡ് ആക്കാൻ, ഒരു ബെറ്റർ വൈഫ്, ഒരു ബെറ്റർ ഫാദർ, ബെറ്റർ മദർ, എ ബെറ്റർ മിനിസ്റ്റർ, അല്ലേ, ഒരു നല്ല ശുശ്രൂഷകനാകാൻ വേണ്ടി ദൈവം നമ്മളെ ഒരുക്കിയെടുക്കുന്ന ആ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഷ്ടങ്ങളിലൂടെ പോയത്. രണ്ടാമത്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞെരുക്കത്തിൽ എനിക്ക് ദൈവം ഒരു വിശാലത വരുത്തുന്നു. ആ വിശാലത ആദ്യം വരേണ്ടത് എൻ്റെ ഹൃദയത്തിനാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് പണ്ട് ക്ഷമിക്കാൻ കഴിയാത്ത പലരോടും ഇപ്പം ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? അതിപ്പോഴും ക്ഷമിക്കാൻ കഴിയാതിരിക്കുകയാണോ? അല്ലേ? പണ്ട് നമുക്ക് സ്നേഹിക്കാൻ കഴിയാത്ത പലരും ഇപ്പം സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? സത്യം, പണ്ട് നമുക്ക് പറ്റാത്ത ഒരുപാട് കാര്യം ഇപ്പം പറ്റുന്നെങ്കിൽ എവിടെയോ ഹൃദയത്തിൽ വിശാലത വന്ന് തുടങ്ങി, അല്ലേ? ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല, ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ വലിയ പണി നടന്നിട്ടില്ല എന്നർത്ഥം. നമ്മൾ കുറച്ചുകൂടെ പ്രഷർ, കുറച്ചുകൂടെ സമ്മർദ്ദം വന്നാലേ ശരിയാവത്തുള്ളൂ, അല്ലേ? അതുകൊണ്ട് സമ്മർദ്ദം ഒന്ന് കുറയണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പെട്ടെന്ന് ഹൃദയത്തെ അങ്ങ് തുറക്കുക, അല്ലേ? എത്രത്തോളം കർത്താവ് വിശാലത വരുത്തുന്നുവോ അത്രത്തോളം നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ക്ഷമിക്കുവാനും എല്ലാം ദൈവം നമുക്ക് കഴിയും. ഇവിടെ നമുക്ക് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളെ പറ്റി ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം, ഡ്യൂട്രോണമി ചാപ്റ്റർ 8, 15-16 വാക്യം. അതായത് ആവർത്തന പുസ്തകം 8-ാം അധ്യായം 15-16 വാക്യം. അവിടെ നിന്ന് എടുത്താട്ട്, അവിടെ അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിൻ്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിൻ്റെ ദൈവമായ യഹോവയെ നീ മറന്നു. ഇവിടെ നോക്കി എത്ര വ്യക്തമായിട്ടാണ് കർത്താവോട് പറയുന്നൊരു കാര്യം. എന്താണ്? നീ അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയുള്ള വലിയതും ഭയങ്കരമായ മരുഭൂമി. നമ്മൾ വിചാരിക്കുമ്പോൾ മരുഭൂമി അങ്ങനെ ഇല്ല, UAE പോയിട്ടുള്ളവർക്കറിയാം, ഡെസേർട്ട് സഫാരി, അല്ലേ? ആ മരുഭൂമിക്കകത്ത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടാ? ഒന്നുമില്ല. അവിടെ 4 വീൽ ഡ്രൈവ് ജീപ്പൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് അത് വേറൊരു ലെവലാണ് അവിടുത്തെ ഡെസേർട്ട്. ആ ഡെസേർട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഇസ്രായേൽ മക്കൾ കടന്നുപോയ മരുഭൂമി അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നുള്ളത് എഴുതിയിട്ടുണ്ട്. എന്താണ്? അഗ്നി സർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ച ഉള്ള വലിയതും ഭയങ്കരമായ മരുഭൂമി. ഇങ്ങനത്തെ മരുഭൂമി കൂടി ദൈവം നടത്തിയത്. പക്ഷെ അതേ സമയത്ത് അവിടെ തീക്കൽ പാറയിൽ നിന്ന് വെള്ളം തന്നു. എന്തിനാ ഇതൊക്കെ ചെയ്തത്? നിന്നെ ഒന്ന് താഴ്ത്തി പരീക്ഷിച്ച്, അല്ലേ? നീ അറിയാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിച്ച നിൻ്റെ ദൈവം, ആ ദൈവത്തെ മറന്നു എന്നാണ്. സിസ്റ്റർ അതോട്ട് ഇങ്ങോട്ടിരിക്കുക, സിസ്റ്റർ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറി ഇരിക്കുക, നിങ്ങൾ ഒന്നിച്ചിരിക്കുക. നിങ്ങൾ അടുത്ത് ഒന്നിച്ചിങ്ങിരിക്കും, ഫാമിലി ആയിട്ട് ഇരിക്കുക. പൊറോട്ടിരുന്നോ? ആ, എന്തായാലും ഇന്നൊരു ഫാമിലി സൺഡേ ആയി ഇതിപ്പം. ഓക്കെ, വണ്ടർഫുൾ. ആണോ? വാട്ട് എ ജോയ്. ആ കുഞ്ഞു മോള് ആദ്യമായിട്ട് ആ സൺഡേ സ്കൂളിൽ നിന്ന് വന്നത്. ആ മോളെ കണ്ട വലിയ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പം നമ്മളെ താഴ്ത്തി പരീക്ഷിച്ച് പിന്നീട് നന്മ ചെയ്യാൻ നല്ലവണ്ണം ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില താഴ്ചകൾ അനുവദിക്കും, നമ്മുടെ ജീവിതത്തിൽ ചില പരീക്ഷകൾ അനുവദിക്കും. പക്ഷേ ഈ രണ്ടും, ഈ താഴ്ത്തലും ഈ പരീക്ഷ എന്തിനായിരുന്നു? പിന്നീട് എനിക്ക് നന്മ ചെയ്യാനാണ്. നമ്മൾ പറയും, എന്തിനായി താഴ്ത്തുന്നേ, എന്തിനായി പരീക്ഷിക്കുന്നേ, എന്നെ അങ്ങ് നന്മ ചെയ്തങ്ങ് അനുഗ്രഹിച്ചൂടെ? ഇല്ല, എന്നെ നന്മ ചെയ്ത് ദൈവം എനിക്ക് നന്മ ചെയ്ത് എന്നെ അനുഗ്രഹിക്കണമെങ്കിൽ അതിനുമുമ്പ് ഒരു ചെറിയ ടെസ്റ്റുണ്ട്. എന്താണ്? ഈ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നത്. എടാ മോനെ, നിനക്ക് സ്കൂളിൽ പരീക്ഷയുണ്ടോ? ഇപ്പോഴും പരീക്ഷയൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. ഈ പരീക്ഷ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കിക്കേ. എനിക്ക് പരീക്ഷ അങ്ങ് എഴുതാം, അയ്യോ എനിക്കും കൊതി വന്നിട്ട് ഇരിക്കാൻ വയ്യ. പണ്ടൊക്കെ ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും വലിയ പരീക്ഷയും ഉള്ളായിരുന്നു, അല്ലേ? അല്ല, ഈ പരീക്ഷ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല, പക്ഷെ പരീക്ഷയാണ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്, അല്ലേ? ഇവൻ വല്ലതും നിൻ്റെ തലയ്ക്കകത്തുണ്ടോ, ഇവൻ അടുത്ത ക്ലാസ്സിലോട്ട് കയറ്റാൻ പറ്റുമോ എന്നുള്ളതിന് ഒരു തോത് വെച്ചിട്ടുണ്ട്, ഗ്രേഡിംഗ് ഉണ്ട്. അതാണ് ഈ പരീക്ഷ.
അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ദൈവം ഒരു പരീക്ഷ വെച്ചിട്ടുണ്ട്. ആ പരീക്ഷയിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഈ പരീക്ഷയെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് സഹിക്കണം, അല്ലേ? പരീക്ഷയിൽ എന്ത് ചെയ്യണം? നമ്മൾ പിറുപിറുക്കരുത്. ഈ പരീക്ഷ അയച്ചപ്പോഴേക്ക് ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ കുഴപ്പം എന്താണെന്നറിയാം? അവർ ടെറിബിളി ഫെയിൽഡ് എന്നാണ്. ആദ്യമേ അവരങ്ങ് തോറ്റുപോയി, അല്ലേ? ദൈവം എന്തിനീ പരീക്ഷ അയച്ചു? അവർക്ക് പിന്നീട് നന്മ ചെയ്യാനാണ്. പക്ഷേ ദൈവം ഈ പരീക്ഷയിലൂടെ എന്താണ് അവർ നോക്കിയത്? അവരെ ഒന്ന് താഴ്ത്താൻ നോക്കിയത്. വിൽ ദേ ഹംബിൾ ദംസെൽസ്? താഴ്ത്താന്ന് പറഞ്ഞാൽ അവരെ കൊച്ചാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അവർക്ക് ഈ നികളം വന്ന് ഈ പറഞ്ഞ ദൈവം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അവർക്ക് എപ്പോഴും ദൈവഭയമില്ലാതെ അവർ ഈ പറഞ്ഞ പോലെ പിറുപിറുത്തുകൊണ്ടിരുന്നത്, അല്ലേ? അവരെപ്പോഴും ദൈവത്തെ കോപിപ്പിക്കുന്നത് അവരുടെ പിറുപിറുപ്പിലായിരുന്നു. അവരെപ്പറ്റി തമാശ പറയാറുണ്ട്, അവർ 2 കാര്യത്തിനെ വാറക്കത്തുള്ളായിരുന്നു. എന്തിനായിരുന്നു? 1 തിന്നാനും, 2 പിറുപിറുക്കാനും. നമ്മളും മോശമല്ല, അല്ലേ? നമ്മളും പലപ്പോഴും ഈ വാണ്ട് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വാണ്ട് തിന്നുന്നു, ശരിയാണ്. അതുപോലെ അത്യാവശ്യം ചെയ്യുന്നു, പിറുപിറുക്കുന്നുമുണ്ട്. പക്ഷേ അങ്ങനെ പിറുപിറുത്തോളം കാലം ദൈവം അവർക്ക് കൊടുത്തൊരു വലിയ ശിക്ഷയുണ്ട്. എന്താണെന്നറിയാമോ? അവരിൽ ഒരാൾ പോലും ഈ വാഗ്ദത്ത ദേശത്ത് വരത്തില്ല എന്ന് പറഞ്ഞ് അവരെ എന്ത് ചെയ്തു? ആ മരുഭൂമിയിൽ തന്നെ അവരെ നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പം ട്രയൽസ് പ്രൂവ് ആൻഡ് ഹംബിൾസ് അസ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മളെ എന്ത് ചെയ്തു? നമ്മളെ ഈ പറഞ്ഞ പോലെ ഒന്ന് ശരിക്കും പരുവപ്പെടുത്തി എടുക്കുന്നു, നമ്മളെ ഒന്ന് താഴ്മയുള്ളവരാക്കി നമ്മളെ തീർക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. ഇനി അവിടെ അടുത്തൊരു കാര്യം ഞാൻ നിർത്തട്ടെ. 102-ാം സങ്കീർത്തനം 23-ാം വാക്യം. ഇവിടെ വേറൊരു കാര്യം ഓർത്തോണം. അവിടെ ദാവീദ് തന്നെയാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവശക്തി എനിക്ക് അധികം വേണമെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ എനിക്ക് ശക്തി വേണമെന്ന് പറയുമ്പോൾ അവിടെ അവൻ വഴിയിൽ വെച്ചെൻ്റെ ബലം ക്ഷയിപ്പിച്ചു, അവൻ എൻ്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. ചിലപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തോട് ചെന്നിട്ട് ദൈവമേ എനിക്ക് ശക്തി വേണം എന്ന് പറയുമ്പം ദൈവം ചിലപ്പോൾ തിരിച്ചിങ്ങനെ നോക്കി, ഡു യു റിയലി മീൻ ഇറ്റ്? നീ ശരിക്കും അറിഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? ഇഫ് യു ആർ വില്ലിങ് ടു ബി റിഡ്യൂസ്ഡ് ടു വീക്ക്നെസ്. റിഡ്യൂസ്ഡ് ടു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ദ ലോഡ്. നീ പൂർണ്ണമായിട്ട് എന്നിൽ ആശ്രയിക്കാൻ തയ്യാറാണോ? അതായത് നിനക്കൊന്നുമില്ല, നീ പൂർണ്ണ ആശ്രയം എന്നിൽ നീ സമർപ്പിക്കാൻ തയ്യാറാണോ? എങ്കിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കി നിങ്ങളാരും വേണ്ടി തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴാൾക്ക് പേടിയായി, അയ്യോ ഇയാൾ എന്ത് വിളിച്ചു പറയോ. നമുക്ക് രോഗം വരും. ഇപ്പം രോഗം വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വിളിക്കാൻ പെട്ടെന്ന് ആരുണ്ട്? ഡോക്ടർ ടീനയുണ്ട്. നമുക്ക് പെട്ടെന്ന് പോകാൻ എവിടെ ഉണ്ട്? ആശുപത്രിയുണ്ട്. ഇനി ആശുപത്രി പോകുമ്പോൾ എന്തിനുണ്ട്? ഇൻഷുറൻസ് ഉണ്ട്, അല്ലേ? നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഡോക്ടറുണ്ട്, ആശുപത്രിയുണ്ട്, മരുന്നുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, പണമുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. പക്ഷേ ഒരു 50 കൊല്ലം മുമ്പ് നമുക്ക് രോഗം വരുമ്പോൾ എന്തായിരുന്നു പ്രശ്നം? എൻ്റെ പിതാവും തൻ്റെ കുടുംബാംഗങ്ങളെല്ലാം, പ്രത്യേകിച്ച് തൻ്റെ സഹോദരങ്ങളും എല്ലാവരും, അവരൊക്കെ രക്ഷിക്കപ്പെട്ട കാലത്ത് അവർ നേരെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് അവരങ്ങ് ഇറങ്ങി. 1942 എൻ്റെ പിതാവ് പൂർണ്ണസമയം വേലയ്ക്കിറങ്ങിയത്. അദ്ദേഹം വേലയ്ക്കിറങ്ങിയത് അന്നത്തെ കാലത്ത് ഒത്തിരി പെന്തക്കോസ് സഭകളൊന്നും ഇല്ല, ആ കൂടിയുള്ളത് 2-3 ഉള്ളൂ. അതിൽ ഒന്നിലാണ് താൻ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിയത്. 42 അദ്ദേഹം പഠിത്തം കഴിഞ്ഞ് ഒരു സ്കൂളിൽ വാദ്യാരായിട്ട് തനിക്ക് ഓർഡർ കിട്ടിയപ്പം, അന്ന് ആ ഓർഡറുമായിട്ടൊരു ശിവായി വീട്ടിൽ വന്നപ്പം എൻ്റെ ഫാദർ അന്ന് വീട്ടിൽ ഇല്ല, കൈപ്പറ്റിയില്ല. അതുകൊണ്ടാണ് ഒരാൾ തിരക്കി വന്നത്. അന്ന് എൻ്റെ വല്യപ്പച്ചൻ പെട്ടെന്ന് പറഞ്ഞു, അവനെ ഇതിലും വലിയ ജോലി കിട്ടി, അവൻ രാജാവിൻ്റെ ജോലി കിട്ടിപ്പോയെന്ന് പറഞ്ഞു. ഉടനെ വന്ന ശിവായി ഇങ്ങനെ അന്തം വിട്ട്, എടാ സർക്കാർ ഉദ്യോഗത്തിൻ്റെ ഓർഡറുമായിട്ട് വന്നപ്പം ഈ കിളവൻ പറയുന്ന മോന് രാജാവിൻ്റെ ജോലി കിട്ടിയെന്ന്. അപ്പം ആ ശിവായിക്ക് ആ ഒരു കൺഫ്യൂഷൻ, അത് എവിടെ കിട്ടി? അന്നത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് മഹാറാണിയൊക്കെ ഉള്ളൂ, പിന്നെ ഏതാ രാജാവ്? അപ്പം പറഞ്ഞു, അവൻ രാജാതിരാജാവിൻ്റെ വേല കിട്ടിപ്പോയി എന്ന് പറഞ്ഞു. ഓ ഇയാൾക്ക് വട്ട് എന്നു പറഞ്ഞിട്ട് അയാൾ എന്തായാലും മടക്കി കൊണ്ടുപോയി. അത് ഇയാൾക്ക് ജോലി വേണ്ട അവിടെ കൊണ്ട് എഴുതി കൊടുത്തു. അടൂർ തഹസിൽദാറിൻ്റെ ഓഫീസിൽ നിന്ന് കണ്ട ഒരുത്തം വന്നത് ഇതുകൊണ്ട്. അപ്പം അന്ന് ഈ കർത്താവിൻ്റെ വേലയ്ക്ക് പോയപ്പം ഒരു കാര്യം എന്തായിരുന്നെന്നറിയാമോ? വിശ്വാസം മാത്രമേ കൈമുതലായിട്ടുള്ളൂ, വേറൊന്നുമില്ല. ഉണ്ടായിരുന്ന അല്പം സ്ഥലം കുടുംബ ഓഹരി അത് വിറ്റ് ആ കർത്താവിൻ്റെ വേലയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടാണ് അവിടെ ചേരുന്നത്. പിന്നെ ഒന്നുമില്ല, ലോകത്ത് തിരിഞ്ഞു നോക്കാനൊന്നുമില്ല, വീട്ടിലോട്ട് പോകാനും പറ്റത്തില്ല. അങ്ങനെ ഇറങ്ങി. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് അതല്ല. അപ്പം വിശ്വാസമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം വിശ്വാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ, അടുത്ത നേരത്തേക്ക് ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കണം, പ്രാർത്ഥനയിൽ ചോദിക്കണം, അത്രയേ ഉള്ളൂ.
ഇനി ആഹാരം ഈ പറഞ്ഞാൽ വേണം ഇച്ചിരി പട്ടിണിയൊക്കെ കിടക്കാം. പക്ഷെ അന്നൊരു വലിയ റിസ്ക് ഉണ്ട്. എന്താണെന്നറിയാമോ? രോഗം. ശരീരത്തിൽ രോഗം വരുമ്പോൾ എന്തു ചെയ്യും? പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം, ആ സഭ മരുന്ന് ഉപയോഗിക്കുന്ന സഭയല്ല, ദൈവിക രോഗശാന്തിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സഭയാണ്. അപ്പം ആർക്കും മരുന്നെടുക്കാൻ വകുപ്പില്ല. പ്രത്യേകിച്ച് എൻ്റെ പിതാവ് അവിടെ ഒരു വിശ്വാസിയല്ല, ഒരു ശുശ്രൂഷകനാണ്. അപ്പോൾ ഒരു കാരണവശാലും മരുന്നെടുക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ ചോദിച്ചോട്ടെ, അന്നത്തെ നമ്മുടെ അപ്പനമ്മമാരൊക്കെ ജീവിച്ചില്ലേ? അവരൊക്കെ ചിലപ്പം ഈ പറഞ്ഞ അതിഭയങ്കരമായ രോഗങ്ങൾ അവർക്ക് വരും. വന്ന ഒരു വേദന കൊണ്ട് അവർ നിലവിളിക്കും, അല്ലേ? രാത്രി ഉറങ്ങാതെ അവർ കഴിച്ചു കൂട്ടും. ഒന്ന് കിടന്നാൽ ശ്വാസം മുട്ടും, എഴുന്നേറ്റ് കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കും. വലിയ വ്രണങ്ങളൊക്കെ വന്ന് ഈ പറഞ്ഞ പോലെ അത് വെറും ഉരുക്കെണ്ണ ഒഴിച്ച് ഇങ്ങനെ തുണി മുക്കി എണ്ണ ഇങ്ങനെ വെച്ചായിരിക്കുന്നതാണ്. വേറെ ഒരു മരുന്നും എടുക്കത്തില്ല. പക്ഷേ അന്ന് അങ്ങനെയുള്ള അതികഠിനമായ രോഗത്തിൽ കൂടെ പോയ എത്രയോ ഭക്തന്മാരായ ദേവസ്ഥാനന്മാർ, ദേവദാസിമാരും അവരെ കർത്താവ് സൗഖ്യം കൊടുത്ത് വീണ്ടും അവർ നല്ല ആയുസ് ജീവിച്ചവർ മരിച്ചു പോയിട്ടുണ്ട്. എനിക്കങ്ങനെ പലരെ അറിയാം. പക്ഷേ ഒരു തുള്ളി മരുന്ന് പോലും അവരെടുത്തില്ല എന്നുള്ളത് വേറെ സത്യം. അതിൻ്റെ അർത്ഥം എന്താണ്? ദ ടോട്ടൽ ഡിപ്പെൻഡൻസ്. അതായത് ഞാൻ ഒന്നിലും ആശ്രയം വയ്ക്കുന്നില്ല, അല്ലേ? ഞാൻ ഒരു മരുന്നിലും ആശ്രയം വയ്ക്കുന്നില്ല, ഒരു വൈദ്യനിലും ആശ്രയം വയ്ക്കുന്നില്ല, എനിക്കതിനുള്ള പണമോ ഇൻഷുറൻസോ ഒന്നിലുമല്ല. ഞാൻ എൻ്റെ ദൈവത്തിൽ, അല്ലെങ്കിൽ സൗഖ്യദായകനായ എൻ്റെ ദൈവത്തിൽ മാത്രം ഞാൻ ആശ്രയം വയ്ക്കുന്നു എന്ന് പറഞ്ഞ ആ ദൈവിക രോഗശാന്തിയിൽ അവരെന്ത് ചെയ്തു? അവർ വിശ്വസിച്ചു. ഇനി ഒരു സത്യം പറയാം, അങ്ങനെ രോഗശാന്തിയിൽ വിശ്വസിച്ച ചിലരെങ്കിലും അതോടുകൂടി മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ലൊരു പങ്കും അവർ അതികഠിനമായ രോഗത്തിലൂടെ പോയിട്ടുണ്ടെങ്കിലും അവർക്ക് ദൈവം സൗഖ്യം കൊടുത്തിട്ടുമുണ്ട്. എൻ്റെ പിതാവൊക്കെ സത്യം പറഞ്ഞാൽ വളരെ കഠിനമായ രോഗിയായിരുന്നു താൻ ആ സംഘടനയിൽ നിന്നപ്പോൾ. 50കളിലൊക്കെ എനിക്ക് ഞാൻ കേട്ടിട്ടുമുണ്ട്, അവരുടെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ശ്വാസം മുട്ടങ്ങോട്ട് വന്ന് ഭയങ്കര കഠിനമായ പ്രയാസം വന്ന് താൻ രോഗിയായി രാത്രി മുഴുവൻ താനിങ്ങനെ കട്ടിലിൽ ഇങ്ങനെ കിടത്തി ചുറ്റും ഇരുന്ന് എല്ലാവരും ഇരുന്ന് പാട്ട് പാടുന്ന പാട്ട് ഏതാണെന്നറിയാം? മരണപ്പാട്ടായി പാടുന്നത്. മരിക്കും എന്താണ് കിടത്തി പാടുന്നത്, ആ പാട്ടാണ് ഈ പാടുന്നത്. ഈ പാടി നേരം വെളുത്തിട്ട് പാട്ട് തീർന്നതല്ലാതെ ആൾ തീർന്നില്ല. അപ്പം തമിഴ്നാട്ടിലൊരു കുഗ്രാമത്തിലായിരുന്നു, അവിടുത്തെ ഒരു ഫെയ്ത്ത് ഹോമിലായിരുന്നു എൻ്റെ അപ്പൻ പാസ്റ്ററായിട്ടിരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി അവിടെ തന്നെയുള്ള ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായിട്ട് എൻ്റെ അമ്മയും ജോലി ചെയ്യുന്നു. എൻ്റെ അമ്മ ഈ ചർച്ചിലാണ് വരുന്നത്. അപ്പോൾ മലയാളിയായൊരു നല്ല പാസ്റ്റർ വെളുത്തൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം രോഗിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മയും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം സ്കൂൾ വിട്ട് നേരെ ഇങ്ങ് ഫെയ്ത്ത് ഹോമിൽ വന്ന് ഈ മദറും സിസ്റ്റർമാരുടെയും കൂടെ ഇരുന്ന് എന്ത് ചെയ്യും? മരണപ്പാട്ട് പാടും. രാത്രി മുഴുവൻ പാടിയിട്ട് നേരം വിളിക്കുമ്പോൾ പതുക്കെ മദറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടു, ഞാനൊന്ന് സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വരാം, മരിച്ചിട്ടില്ലെങ്കിൽ അഥവാ മരിച്ച് പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ എൻ്റെ ഒരാൾ പറഞ്ഞ് വിടണേ, ഞാൻ ഓടി വന്നേക്കാം. വൈകിട്ട് വീണ്ടും സ്കൂൾ വിട്ട് എന്ത് ചെയ്യും? നേരെ അടുത്ത് വന്നിരുന്ന് മരണപ്പാട്ട് മുഴുവൻ പാടും. അന്ന് രാത്രി മുഴുവൻ പാടിയിട്ട് ഇങ്ങനെ തീരുന്നില്ല. അടുത്ത ദിവസം വീണ്ടും സ്കൂളിൽ പോവും, വീണ്ടും തിരിച്ചു വന്ന് കുറേ കഴിഞ്ഞപ്പം എൻ്റെ അപ്പൻ്റെ അസുഖം അങ്ങ് മാറി. അത് കാരണം ഈ മനുഷ്യനെ, ഇത് നടന്നത് 50കളിലെങ്ങാണ്ട, 60-ൽ ഈ മനുഷ്യനെ തൻ്റെ അമ്മ കെട്ടി, ഞാനും ഉണ്ടായി ഈ തിരുവനന്തപുരത്ത് വന്ന് ഇതുപോലെ രാത്രി ശ്വാസം വിട്ടുമ്പം എൻ്റെ അമ്മ, ഞാൻ പറയും മമ്മി നമുക്ക് ആശുപത്രി കൊണ്ട്, ചുമ്മാ ഇരിടേ ഇയാൾ തീർന്നു പോകത്തുമില്ല, കാര്യം എന്താ? മമ്മി പറയും, എടാ ഞാൻ നിൻ്റെ അപ്പന് വേണ്ടി ഉള്ള മരണപ്പാട്ട് മുഴുവൻ പണ്ടേ പാടി തീർത്തതാ, എന്നിട്ട് അങ്ങേര് പോയില്ല, അങ്ങേര് വന്ന് എന്നെ തന്നെ കെട്ടി, നീയും ഉണ്ടാ ഇത്രയും വർഷമായി. സത്യമായിരുന്നു. ഇങ്ങനത്തെ ചില കഥകളൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്, അല്ലേ? അതുകൊണ്ട് ഒരു രാത്രി കൊണ്ടൊന്നും നേരം വെളുക്കത്തില്ല പ്രിയപ്പെട്ടവരെ. ഒരസുഖം വന്നാലൊന്നും നമ്മളങ്ങ് തട്ടിപ്പോത്തൊന്നുമില്ല, അല്ലേ? ഒരു ക്യാൻസറൊന്നും നമ്മളെ കൊണ്ടുപോകാൻ. പണ്ട് അതേ സഭയിൽ തന്നെ പറയുന്ന മറ്റൊരു ഉപദേശമാണ്, ഓരോ രോഗവും നമുക്ക് ദൈവം അയക്കുന്ന ഓരോ വാഹനങ്ങളാണ്. പക്ഷേ ഏത് വാഹനമാണ് അവസാനത്തെ വാഹനവും നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം വേണ്ട, ഇദ്ദേഹത്തിന് 2 വട്ടം വാഹനം വന്നതാ. ഇദ്ദേഹം താണ്ട് ഇന്ന് വീണ്ടും ബീഹാറിൽ നിന്ന് വന്ന് സാക്ഷ്യം പറഞ്ഞു, എന്ത് വണ്ടി ഇട്ട് പോകത്ത്, അല്ലേ? അപ്പോൾ ഇതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല വാഹനവും അയച്ചു. പക്ഷേ വരുന്ന വാഹനമല്ല എന്നെ കൊണ്ടുപോകണമെന്ന്. പക്ഷേ അത് അവസാനത്തെ വാഹനമാണെങ്കിലും പോകാൻ തയ്യാറായിക്കോണം, അത് വേറെ കാര്യം. അത് കാണിക്കുന്ന ഒരുക്കത്തെയാണ്. ആ വാക്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റില്ല ഒരർത്ഥത്തിൽ. കാര്യം വി ഷുഡ് സീ എവറി ഡിസീസ് ആസ് എ വെഹിക്കിൾ ദാറ്റ് മേ ടേക്ക് us ഹോം, അല്ലേ? നമ്മളെ ചിലപ്പോൾ അത് അങ്ങ് നമ്മുടെ വീട്ടിൽ എത്തിക്കാനുള്ള വാഹനം ആയിരിക്കാം. പക്ഷെ പലപ്പോഴും വന്ന വണ്ടി നമ്മൾ തെറ്റിദ്ധരിച്ച് കയറി ഇപ്പം നമ്മളെ കൊണ്ടുപോകുന്നു വരും. പക്ഷേ ആ വണ്ടി ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയില്ല, അതാ സത്യം. വണ്ടി ഇറക്കി വിട്ടു, ശരിയല്ലേ? 2 വട്ടം കയറ്റിയിട്ട് ഇറക്കി വിട്ടു. പിടിക്കുന്ന പലരെയും ഇറക്കി വിട്ടതാ, അല്ലേ? ഇറക്കി വിട്ടുകൊണ്ടാണ് വീണ്ടും ഇരിക്കുന്നത് ഇവിടെ. പക്ഷേ ആ വണ്ടി വരും കേട്ടോ,
നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി വരും, അത് നമ്മളെ കൊണ്ടേ പോകും, പേടിക്കേണ്ട. അത് കൈ കാണിച്ച് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, കൊണ്ടുവന്ന് നിർത്തി നിങ്ങളെ എടുത്തുകൊണ്ട് പോകും, അത് വേറെ കാര്യം. പക്ഷേ അതുവരെ ഈ കാര്യം ഞാൻ എന്തിനു പറഞ്ഞു ചോദിച്ചാൽ, ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ഒരു രോഗം വന്നാൽ പോലും എനിക്ക് ഒരു ഡിപ്പെൻഡൻസും ആരിലുമില്ല. ഡോക്ടേഴ്സിനായിട്ട് സ്തോത്രം, മരുന്നിനും ആശുപത്രിക്കും വൈദ്യശാസ്ത്രത്തിനും പണത്തിനും ഇൻഷുറൻസിനും എല്ലാത്തിനായിട്ടും സ്തോത്രം, അതൊന്നും ദോഷമല്ല. പക്ഷേ നമ്മുടെ ആശ്രയം ആ മരുന്നിൽ വയ്ക്കരുത്. എത്ര പേര് അതിനൊരു ആമേൻ പറയും? ബൈബിളിൽ ഒരു രാജാവിനെ പറ്റി ദൈവം പറയുന്നുണ്ട്, അവൻ ദീനത്തിൽ യഹോവയിൽ ആശ്രയിക്കാതെ വൈദ്യന്മാരിൽ ആശ്രയിച്ചത് യഹോവയ്ക്ക് അനിഷ്ടമായി. അങ്ങനെ ഒരു വാക്യം കണ്ടിട്ടുണ്ടോ? അല്ലേ? വൈദ്യനല്ല പ്രശ്നം, ആ വൈദ്യനിൽ ആശ്രയം വയ്ക്കരുത്. ആശ്രയം വെക്കേണ്ടത് ദൈവത്തിലാണ്. അതുകൊണ്ട് ബോധമുള്ള ഡോക്ടർമാർ എഴുതി വയ്ക്കും, വി ട്രീറ്റ്, ഗോഡ് ഹീൽസ്. ഞങ്ങൾ ചികിത്സിക്കുന്നു, ദൈവം സൗഖ്യമാക്കുന്നു. അല്ലേ? അപ്പോൾ സൗഖ്യദായനായ കർത്താവിൽ വേണം നമ്മുടെ ആശ്രയം വയ്ക്കാൻ. അല്ലേ? മരുന്നെടുത്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആശ്രയം ആ മരുന്നിലും ആ ഡോക്ടറിലും ഒന്നും ആയിരിക്കരുത്, എൻ്റെ ദൈവത്തിലായിരിക്കും. ഇവിടെ നിങ്ങൾ പലരും അല്ലേ മാരകമായ പല പ്രയാസങ്ങളിലൂടെ പോയിട്ടും ഇന്നും ആയുസോടെ നിങ്ങളിവിടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളെ ദൈവം കരുണയോടെ കാത്തു പരിപാലിച്ചു. അതിനൊന്ന് സ്തോത്രം ചെയ്താട്ട്, അതിനൊന്ന് സ്തോത്രം ചെയ്താട്ട്, അതിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. അപ്പം ഇതിനോടുള്ള കാര്യം, വഴിയിൽ വെച്ച് അവൻ എൻ്റെ ബലം ക്ഷയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ദൈവത്തോട് നമ്മൾ ശക്തി ചോദിക്കുമ്പോൾ ദൈവം ചോദിക്കുന്നത് തിരിച്ച് ചോദിക്കും, ആർ യു റെഡി ടു ബി റിഡ്യൂസ്ഡ് ടു വീക്ക്നെസ്? അല്ലേ? അല്ലെങ്കിൽ ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ദ ലോഡ്, എന്നിൽ പൂർണ്ണമായി ആശ്രയിച്ച് ആൻഡ് ബി ബോൾഡ് ടു ടേക്ക് ദ സഫറിങ്. ആ രോഗം അല്ലെങ്കിൽ ആ കഷ്ടം നീ ഒന്ന് സഹിക്കാൻ തയ്യാറാണോ? ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, ശരിയല്ലേ? ഞാൻ ഉൾപ്പെടെ ഒരു ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റാത്തവർ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേ നമ്മൾ ഉടനെ ഒരു പരിഹാരം, ഷോർട്ട് കട്ടാണ് അന്വേഷിക്കുന്നത്. പക്ഷേ നമ്മുടെ പിതാക്കന്മാർ പലരും, നമ്മുടെ പഴയ ആൾക്കാരെ നോക്കിയാൽ അറിയാം, അവർക്ക് വേറെ വഴിയില്ല. അവർ ചെറുതായാലും വലുതായാലും അവർക്ക് ഒരാശ്രയമോ ഒരാളിലേ ഉള്ളൂ. ആരല്ല? ദൈവത്തിൽ മാത്രം. ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ആ സഫറിങ് എടുക്കാൻ തയ്യാറാണ്. ഞാനിത് വളരെ ഈ പറഞ്ഞില്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ വിറയ്ക്കുന്നുണ്ട് ഞാൻ. കാര്യം എന്താണെന്നറിയാമോ? ഐ എം ടെല്ലിങ് സംതിങ് വെരി സീരിയസ്. ഇതൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവം എന്നോട് ചോദിക്കും, ആർ യു റെഡി ടു ടേക്ക് ദ സഫറിങ്? നീ ഇതെടുക്കാൻ തയ്യാറാണോ എന്ന് ദൈവം എന്നോട് ചോദിച്ചാൽ ഞാനും പെട്ടു. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക, നമുക്ക് ഒരുമിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് എൻ്റെ കൃപ നിനക്ക് മതി എന്ന് കർത്താവ് പറഞ്ഞാൽ ആ കൃപ മതി എന്ന് പറഞ്ഞിട്ട് ആ കഷ്ടത ഏറ്റെടുക്കാൻ തയ്യാറാണോ? അതിൻ്റെ കൂടെ ആൻഡ് ദ ടെസ്റ്റ് ആൻഡ് ട്രയൽസ് ദാറ്റ് ഗോ വിത്ത് ഇറ്റ്, അതിൻ്റെ കൂടെ പോകുന്ന ചില പരീക്ഷകളുണ്ട്, അല്ലേ? അതിൻ്റെ കൂടെ പോകുന്ന ചില പ്രതിസന്ധികളുണ്ട്. അതെല്ലാം എടുക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് പറയും, ഐ വിൽ ഗിവ് യു മൈ പവർ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ ശക്തി തരാം. അതുകൊണ്ടാണ് പൗലോസിനോട് പറഞ്ഞത്, എന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി. നീ എന്തോ പറയുന്നത്? ഇതങ്ങ് മാറ്റിത്തരണേ എന്നാ. കർത്താവ് തിരിച്ചു പറഞ്ഞു, ഇല്ല, എൻ്റെ കൃപ നിനക്ക് മതി. അതുകൊണ്ടാണ് പൗലോസ് പിന്നീട് പറയുന്നത്, അയ്യോ, ആ കൃപയെന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ബലഹീനതയിൽ എന്നെ തികഞ്ഞവനാക്കുന്നതാണ് ആ കൃപ. അല്ലേ? നമുക്ക് ഈ പ്രശ്നം അങ്ങ് തീർന്നു കിട്ടിയാൽ മതിയോ? അതോ നമ്മൾ പെർഫെക്റ്റഡ് ആവണോ? രണ്ട് കാര്യം തീരുമാനിക്കണം. വാട്ട് ഡു യു വാണ്ട്? ഡു യു വാണ്ട് ജസ്റ്റ് യുവർ പ്രോബ്ലംസ് ടു ബി സോൾവ്ഡ്, ഓർ ജസ്റ്റ് ഡു യു വാണ്ട് ടു ബി പെർഫെക്റ്റഡ്? അല്ലേ? അങ്ങ് ചെല്ലുമ്പോൾ എന്നെ പെർഫെക്റ്റ് ചെയ്ത് എന്നെ കർത്താവ് എടുക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ പെർഫെക്ഷനിലേക്ക് ദൈവം എന്നെ നടത്തുന്ന ചില പടികളുണ്ട്. അതിൽ ഈ ഭൂമിയിൽ ഞാൻ കടന്നു പോകുന്ന ചില കഷ്ടങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ചിലപ്പോൾ ഒരു രോഗമായിരിക്കാം, ചിലപ്പം ഈ പറഞ്ഞ ചില പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പം ജീവിതത്തിൽ ചിലപ്പം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ചില അപമാനങ്ങൾ പോലും ആയിരിക്കാം. നമുക്ക് ഏറ്റവും പ്രശ്നം എന്താണെന്നറിയാം? മനുഷ്യനെല്ലാവർക്കും അവരുടെ ഒരു മാനമുണ്ട്. അത് പോയി കഴിഞ്ഞാൽ വലിയ പാടാ പ്രിയപ്പെട്ടവരെ, അല്ലേ? പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ അത് വലിയ പ്രശ്നമാണ്. പക്ഷേ അങ്ങനെയുള്ള ചില സംഭവങ്ങളിലൂടെ പോലും ദൈവം നമ്മളെ കടത്തിവിടുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് ഒടുവിലൊരു വലിയ പദ്ധതി നമ്മളിലുണ്ട്. അതിലൂടെ ദൈവം എന്നെ ഒന്ന് വിശാലമാക്കി, എന്നെ ഒന്ന് താഴ്ത്തി, എന്നെ ഒന്ന് പരീക്ഷിച്ച്, എന്നിട്ട് പകരം എൻ്റെ ബലഹീനതയിൽ എന്നെ തികഞ്ഞവനാക്കുന്ന ഒരു ദൈവകൃപ, അതിൻ്റെ വേറൊരു വാക്കാണ് ദ പവർ ഓഫ് ഗാഡ്, ദൈവശക്തി. ആ ശക്തിയാണ് നമ്മുടെ ഉള്ളിലേക്ക് അവൻ തരാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്, നമുക്കറിയാം 2 കൊരിന്ത്യരിലാണ് നമ്മുടെ വാക്യം വായിക്കുന്നത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, അല്ലേ? ഞാൻ ദൈവത്തെക്കുറിച്ച് ഐ വിൽ ബോസ്റ്റ് ഇൻ ദ ലോർഡ്. ബട്ട് എന്നിലോ അല്ലെങ്കിൽ എന്നെക്കുറിച്ചോ ഞാൻ എൻ്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. 2 കൊരിന്ത്യർ 12:5 എന്താ പറയുന്നത്? ഞാൻ എൻ്റെ ബലഹീനതകളിലല്ലാതെ പ്രശംസിക്കുകയില്ല. ഇതാർക്കെങ്കിലും അങ്ങനെ പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? നമ്മളൊക്കെ നമ്മുടെ സ്ട്രെങ്തിൽ നമ്മൾ പ്രശംസിക്കും, അല്ലേ?
നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തിലൊക്കെയാണ് പ്രശംസിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല മാർക്ക് മേടിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ട് ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? A++++++. ആ കുഞ്ഞിനൊരു ബലഹീനത ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുമോ? നിങ്ങളുടെ 10 വയസ്സായ മോൻ ഇപ്പോഴും കിടന്നു കൊടുക്കുന്നെങ്കിൽ അതാരെങ്കിലും പറയുമോ? പറയത്തില്ല. അവൻ വാങ്ങിച്ചൊന്ന് ട്രോഫിയൊക്കെ എടുത്ത് അവിടെ വയ്ക്കും, എല്ലാവരെയും വിളിച്ച് കാണിക്കും, അതെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അവൻ്റെ ഒരു ബലഹീനത എന്താ പറയാത്തത്? കൊച്ചൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബലഹീനതയിൽ നമുക്കത് പ്രശംസിക്കുന്ന വിട്, അത് സമ്മതിക്കാൻ പോലും നമുക്ക് ഒട്ടും മടിയാണ്. കാര്യം നമ്മുടെ വ്യാരം ഈ ബലഹീനത എൻ്റെ ജീവിതത്തിലുള്ളത് ഒരു ഭയങ്കര അപമാനമാണ്. ഇനി എനിക്ക് അങ്ങനെ ഒരു ബലഹീനത ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? അതൊന്ന്. പിന്നെ ദൈവത്തെപ്പറ്റി അവരെന്ത് വിചാരിക്കും? ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് എന്നെ വിട്ടുപോകുന്നില്ല ഈ പ്രശ്നങ്ങളെന്ന് മറ്റുള്ളവർ പറഞ്ഞ് എൻ്റെ ദൈവത്തെ നിന്ദിക്കത്തില്ലേ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ പൊട്ട ബുദ്ധി തോന്നുന്നതല്ലേ? പൗലോസ് പറയാ, എനിക്ക് ഐ ക്യാൻ ഓൺലി ബോസ്റ്റ് ഇൻ ദ ലോർഡ്, ബട്ട് ഫോർ മീ ഓർ അബൌട്ട് മീ ഐ ക്യാൻ ഓൺലി ബോസ്റ്റ് ഇൻ മൈ വീക്ക്നെസ്സസ്. എനിക്കെൻ്റെ ബലഹീനതയിലേ എനിക്ക് പ്രശംസിക്കാനുള്ളൂ. ഇന്ന് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബലഹീനതയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, അല്ലേ, ആ ബലഹീനതയിൽ നമ്മൾ പ്രശംസിക്കുന്നവരായി തീരണമെങ്കിൽ ആ ബലഹീനതയിൽ ദൈവം തരുന്ന ദൈവകൃപ നമ്മൾ അനുഭവിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇന്ന് ഈ ഉച്ച സമയം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ പോവാം. ഇന്ന് എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ജീവിതത്തിലുള്ള ബലഹീനതയിൽ കർത്താവേ അങ്ങയുടെ ബലം തന്ന്, അങ്ങയുടെ ശക്തി തന്ന് നീ എന്നെ ശക്തിപ്പെടുത്തി എന്നെ നീ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കുടുംബങ്ങളുടെ മുറി കെട്ടുന്ന ദൈവമാണ്. കർത്താവിനെ പറ്റിയൊരു വാക്കുമില്ല, അവൻ മുറിക്കുന്നവനാണ്, ശരിയാണ്. പക്ഷേ അതേ സമയത്ത് അവൻ ആരും കൂടെയാണ്? മുറിവ് കെട്ടുന്നവനും കൂടിയാണ്. പ്രിയപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഇത്രയും നേരം ഞാൻ കുടുംബജീവിതത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുടുംബജീവിതങ്ങളിൽ തീർച്ചയായിട്ടും വീഴ്ചകളുണ്ട്, താഴ്ചകളുണ്ട്, പരാജയങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചിരിക്കാം. അതുകൊണ്ട് പുരുഷന്മാരെ, എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഞാനൊരു കാര്യം പറയാം. നമ്മളിന്ന് ഒരു തീരുമാനം എടുക്കണം. എന്താണ്? കോപവും വാഗ്വാദവും വെടിഞ്ഞ് നാം എല്ലാവരും നേരത്തെ പറഞ്ഞ വാക്യം ഒന്നുകൂടെ പറയുക. കോപവും വാഗ്വാദവും വെടിഞ്ഞ് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പുരുഷന്മാരോടുള്ള എൻ്റെ ഒരു അപേക്ഷയാണ്, ഞാനുൾപ്പെടെ, അല്ലേ, നമ്മുടെ കൈകൾ പ്രാർത്ഥിക്കുമ്പോൾ, കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൈ വിശുദ്ധമാണോ? ആ വിശുദ്ധമല്ലാത്തതിന് കാര്യം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്ന കോപമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ബോട്ടിൽഡ് അപ്പ് ആങ്കർ അല്ലെങ്കിൽ അൺറിസോൾവ്ഡ് ആങ്കർ. എൻ്റെ ഉള്ളിൽ ചില കോപമുണ്ട്. ആ കോപം എനിക്ക് അങ്ങോട്ട് ഡീൽ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ കോപം എവിടെയെങ്കിലും എന്ത് ചെയ്യും? പൊട്ടിപ്പുറത്തേക്ക് വരും. അത് വാക്കുകളിലൂടെ വരാം, പ്രവൃത്തികളിലൂടെ വരാം, അല്ലെ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ വരാം. അത് പിന്നീട് തീരുമാനം തെറ്റായിട്ടെടുത്തൊരു പ്രവൃത്തിയിലോ വാക്കിലോ വന്നു പോയാൽ, മലയാളത്തിൽ പറയും കൈവിട്ട എന്താ പോയ ഒരു വാക്കും പിന്നീട് സാധനവും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും, അല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കോപം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് ആ കോപത്തിൽ പറയുന്നൊരു വാക്ക്, ആ കോപത്തിൽ ചെയ്തൊരു പ്രവൃത്തി, അത് പിന്നെ തിരിച്ചെടുക്കാൻ വലിയ പാടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും സഹോദരന്മാരെ നമ്മൾ കൈപൊക്കി വിശുദ്ധ കരം ഉയർത്തി പ്രാർത്ഥിക്കണം. ഇനി ഒരു കാര്യം കൂടെ പറയാം, പുരുഷന്മാരെ, നമ്മൾ കൈപൊക്കി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, കൈപൊക്കി കുടുംബത്തിൻ്റെ തലയായി എഴുന്നേറ്റ് നിൽക്കുന്നവരാണെങ്കിൽ, നാം കൈപൊക്കി നിൽക്കുമ്പോൾ കുടുംബം ജയിക്കും, പരാജയപ്പെടുകയില്ല, അല്ലേ? മോശയുടെ കൈ ഉയർന്നിടത്തോളം കാലം ഇസ്രായേലിന് ജയം. പക്ഷേ എപ്പം ഈ മോശയുടെ കൈ താഴോട്ട് വന്നോ അപ്പോഴെല്ലാം പരാജയം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പുരുഷന്മാരും ഒരു തീരുമാനം എടുത്തിട്ട് പോകണം. ദൈവമേ, എൻ്റെ കൈ എപ്പോഴും ഉയർന്നിരിക്കണം. എൻ്റെ കൈ ഉയരേണ്ടത് വേറൊന്നിനുമല്ല. എന്തിനു വേണ്ടി കൈ ഉയരണം? എൻ്റെ കൈ പ്രാർത്ഥിക്കുവാനാ കൈ. എൻ്റെ കൈ ഉയർത്തി നമ്മൾ അനുഗ്രഹിക്കും, അല്ലേ? എൻ്റെ കൈ ഉയർത്തി ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെ ഞാൻ എൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ കൈവയ്ക്കുന്ന സകലത്തിന്മേലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കോപവും വാഗ്വാദവും വെടിഞ്ഞ് ജീവിക്കുന്നൊരു വ്യക്തിയായിരിക്കണം. സൗകര്യമാരെ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലും കർത്താവ് തന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ, ആ കുടുംബത്തിൽ ആ ഭർത്താവിൻ്റെ, ഞാൻ പണ്ടൊരു ഉദാഹരണം പറയും. ഞാനിപ്പം ഇത് കുടുംബത്തിൻ്റെ തല ആരാണ്? ഈ തല ഇതാണ് ഞാൻ, അല്ലേ? അപ്പോൾ ഈ തലയാണ് നിങ്ങളെല്ലാം കാണുന്നത്, അല്ലേ? നിങ്ങളിപ്പോൾ എൻ്റെ തലയാണ് കാണുന്നത്, അല്ലേ? നിങ്ങളെൻ്റെ മുഖമാണ്, എൻ്റെ എക്സ്പ്രഷൻ കാണുന്നു, എൻ്റെ ശബ്ദം കേൾക്കുന്നു, അല്ലേ? ഞാൻ നന്നായിട്ട് തന്നെ ഒരുങ്ങി വൃത്തിയായിട്ട് മുടിയൊക്കെ ചീവി വന്നിരിക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടുമ്പോൾ എൻ്റെ ശരീരത്തിന് മൊത്തം സന്തോഷമാണ്. കണ്ടോ? വി ആർ വെൽ റെപ്രസെൻറ്റഡ്. വൈ? ബിക്കോസ് ഓഫ് ഹെഡ്. എൻ്റെ തല എഴുന്നേറ്റ് നിന്ന് ജനങ്ങളുമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ലോകത്തിൽ ഇടപെടുന്നു, സമൂഹത്തിൽ ഇടപെടുന്നു.
പക്ഷെ അതേ സമയത്ത് എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ തല ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഈ പറഞ്ഞ കുളിക്കാതെ, പല്ല് വയ്ക്കാതെ, ഷേവ് ചെയ്യാതെ, മുടിയും ചീവാതെ, ഒരുമാതിരി വൃത്തികെട്ട ഒരുമാതിരി ഒരു വേഷത്തിരുന്ന് എങ്ങനെ ഇരിക്കും? ഭാര്യമാരെ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ ഭർത്താവ് എന്തൊക്കെ പറഞ്ഞാലും സമൂഹത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അവൻ്റെ തല എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കണം. ബൈബിളിൽ ബുദ്ധിയുള്ള സ്ത്രീകളെ പറ്റി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇങ്ങനെ ചെയ്യുന്നത് വേറെ ആരുമില്ല, അടുത്ത വീട്ടിലെ പെണ്ണൊന്നുമല്ല, നിങ്ങൾ തന്നെയാണ്. ഓർത്തോണം. ഒരിക്കൽ ബൈബിളിൽ ദാവീദിൻ്റെ കാര്യത്തിൽ തന്നെയുണ്ട്. ഒരു മണ്ടൻ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരെന്ത് വരുന്നു? അയാളുടെ ബുദ്ധിമതിയായ ഭാര്യ കാരണം ആ മണ്ടൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലേ? രാജാവിൻ്റെ കോപത്തിന് ഇരയാകാതെ ആ ബുദ്ധിയുള്ള ഭാര്യ പെട്ടെന്ന് ചാടിക്കയറി എന്ത് ചെയ്തു? അവനെ അങ്ങ് കവറപ്പ് ചെയ്തു. ഭാര്യമാരെ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ഭർത്താക്കന്മാരെ, ഒരുപക്ഷെ അയാൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആത്മീയനൊന്നും ആയിരിക്കത്തില്ല. നിങ്ങളുടെ ഒരുപക്ഷെ പള്ളിയിൽ വരുന്നേ ഉള്ളെന്നായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം പള്ളിയിലേ വരുന്നില്ല, പോട്ടെ, അല്ലേ? പക്ഷേ അവനും നിങ്ങളുടെ ഈ പറഞ്ഞ നാടൻ ഭാഷ പറഞ്ഞ താലി കെട്ടിയ ഭർത്താവാണെങ്കിൽ അവനെ ഈ പറഞ്ഞ തലയാണെന്ന് മനസ്സിലാക്കി മറ്റുള്ള മുമ്പിൽ അവൻ്റെ തല ഉയർത്തിപ്പിടിച്ച് വെക്കേണ്ട ഒരു ചുമതല നിങ്ങൾക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു ഉത്തരവാദിത്വം സൗകര്യമാരെ നിങ്ങൾക്കതുണ്ട്, അല്ലേ? നിങ്ങൾ അവർക്ക് ബഹുമാനം കൊടുത്ത് അവർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ ദൈവത്തിൻ്റെ കൽപ്പനയാണെന്നുള്ള കാര്യം മറക്കരുത്. ഭർത്താക്കന്മാരെ, ഒരു കാര്യം കൂടെ പറയാം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണമെന്ന് പറയുമ്പം അവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം ഏതാണെന്നറിയാമോ? ദൈവം നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന സ്നേഹമെല്ലാം അഗാപ്പയാണ്, അതായത് അൺകണ്ടീഷണൽ സാക്രിഫിഷ്യൽ. വേറെ എവിടെയാണ് ആ സ്നേഹം പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം അഗാപ്പെ തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ചെങ്കിൽ അതുപോലെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം. ഒരു ഭർത്താവായ ഞാൻ തുറന്നു പറയാം, എനിക്ക് പലപ്പോഴും അത് പറ്റിയിട്ടില്ല പ്രിയപ്പെട്ടവരെ, പലപ്പോഴും അത് പറ്റിയിട്ടില്ല. കാരണം എൻ്റെ സ്നേഹം പലപ്പോഴും എൻ്റെ ഭാര്യയോടുള്ളത് കണ്ടീഷനിൽ തന്നെയാണ്, ഒരു സംശയം വേണ്ട. അടുത്തത്, ആ യേശുവിൻ്റെ സ്നേഹം എങ്ങനെയായിരുന്നു? സാക്രിഫിഷ്യൽ, തൻ്റെ ജീവനെ കൊടുത്ത് സ്നേഹിച്ചു. അതും അഗാപ്പയാണ്. അതിൻ്റെ അർത്ഥം ഇറ്റ് പെയിൻസ്, ഇറ്റ് ഹേർട്സ് വെൻ വി ലവ് സമ്മൺ വിത്തൗട്ട് റിസീവിങ് എനിത്തിങ് ബാക്ക് ഇൻ റിട്ടേൺ. ഒന്നും ഇങ്ങോട്ട് കിട്ടാതെ അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന ആ നഷ്ടക്കച്ചവടമല്ലേ? നഷ്ടക്കച്ചവടമാണ്. പക്ഷേ ഒന്ന് ഓർക്കണം, അങ്ങനെ ദൈവം നമ്മളെ ഒന്നും പ്രതീക്ഷിക്കാതെ ത്യാഗപരമായി നമ്മളെ സ്നേഹിച്ചതുകൊണ്ടല്ലേ നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? അന്ന് ആ ക്രൂശി മരിച്ചപ്പം യേശു വിചാരിച്ചോ ഇത്രയും പേരിയ്ക്കുമെന്ന്? ലോകമ്പാടുമുള്ള സകല രക്ഷിക്കപ്പെട്ട ദൈവമക്കളും ഇന്ന് ദൈവ കുടുംബത്തിലേക്ക് വരാൻ കാരണം അന്ന് ആ ക്രിസ്തുവിൻ്റെ ത്യാഗമായിരുന്നു. ആ ക്രിസ്തുവിൻ്റെ നിഴലാണ് നമ്മൾ ഭർത്താക്കന്മാർ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭാര്യ നന്നാവുമ്പോൾ ഞാൻ സ്നേഹിക്കുക എന്നല്ല, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ സ്നേഹിക്കുമെന്നല്ല, എൻ്റെ ഭാര്യ എനിക്ക് കടപ്പെട്ട എല്ലാം ചെയ്യുവാണെങ്കിൽ ഞാൻ സ്നേഹിക്കുമെന്നല്ല, എൻ്റെ ഭാര്യ ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ ഭാര്യയെ സ്നേഹിക്കും എന്നൊരു തീരുമാനം കൂടെ ഭർത്താക്കന്മാരെടുക്കണം. ഇത് കല്യാണത്തിന് പറയുന്ന പ്രസംഗമല്ല. ഞാനൊക്കെ ഈ കല്യാണത്തിന് ഇഷ്ടം പോലെ നന്നായിട്ട് പ്രസംഗിക്കുക. എന്നെപ്പറ്റി ആരോ ഒരു പറഞ്ഞു കേട്ട് ഇങ്ങനെ ഒരു കല്യാണരാമനാണല്ലോ എന്ന്. ഞാൻ പറഞ്ഞു കല്യാണരാമനായെന്ത്? അല്ല, ഇങ്ങയുടെ കല്യാണ പ്രസംഗം നല്ലതാണെന്ന്, എനിക്കിഷ്ടമാണെന്ന്. എന്ത് ചെയ്യും, നമുക്ക് പേര് വരെ കിട്ടി. കല്യാണത്തിന് നന്നായിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞ തലമുടി നേരെയാക്കാൻ കണ്ടോ? വെരി ഗുഡ്. ചീപ്പ് കൊണ്ടടങ്ങുന്ന സ്വഭാവം എനിക്കില്ല, പോട്ടെ. അപ്പം കല്യാണത്തിന് പ്രസംഗിക്കുന്ന പ്രസംഗമല്ല, ദിസ് ഇസ് ദ റിയാലിറ്റി. ഭർത്താക്കന്മാരെ, ഞാൻ എന്താ പറഞ്ഞത്? ഈ ചർച്ചിൽ ദൈവം കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും തൊട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. അതിപ്പം 2-3 ആഴ്ചയായിട്ട് അതിൻ്റെ വ്യത്യാസം കാണാം. ഇപ്പം അപ്പുറത്തെ റൂമിൽ പോയി നോക്കിയാൽ കാണാം. ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ക്യാമ്പിൽ ഞങ്ങളത് ഒത്തിരി കണ്ടു. ഇന്നലെ നമ്മുടെ സഹോദരിമാരെല്ലാം കൂടെ എസ്തേഴ്സ് റിട്രീറ്റിന് പോയി. അവിടെയും ദൈവം നിങ്ങളോടും സംസാരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. അവിടെയും ഇന്നലത്തെ ഉച്ചയ്ക്ക് മുമ്പുള്ള ഒരു സെഷനിൽ എന്തായിരുന്നൊരു വിഷയം? അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ, അല്ലേ? അവിടെ ഒരു വാക്ക് ആ ദേവദാസം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ? യു ക്യാൻ ചൂസ് ഫ്രീഡം ഓർ യു ക്യാൻ ചൂസ് റിവെഞ്ച്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. നിങ്ങൾക്ക് സ്വതന്ത്രരായി മുന്നോട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് തീരുമാനിക്കാം, അതല്ലെങ്കിൽ പിന്നെ ഒരു തീരുമാനമേ ഉള്ളൂ. എന്താണ്? പ്രതികാരം ചെയ്യുക. ഇനി റിവെഞ്ച് എന്ന് പറയുമ്പോൾ ഒറ്റ പ്രശ്നം, അതൊരിക്കലും നമുക്ക് തൃപ്തി തരത്തില്ല.
നിങ്ങൾക്ക് ഇന്ന് വരെ ഈ അമ്മായിയമ്മയോട് പ്രതികാരം ചെയ്ത് തൃപ്തി വന്ന മരുമക്കളൊന്ന് കൈപോക്കിക്കേ. ഇനി മരുമോളോട് ഈ പറഞ്ഞ പോലെ പ്രതികാരം ചെയ്ത് എനിക്ക് തൃപ്തിയായി മോനെ എന്ന് പറഞ്ഞിട്ട് കൈപോക്കിക്കേ. ഒരമ്മായിയമ്മേ ഇല്ല. തിരിച്ച് ഭർത്താക്കന്മാരോട് പ്രതികാരം ചെയ്ത വല്ലവരും ഉണ്ടോ? തൃപ്തിയായവരുണ്ടോ? ഇല്ല. ഭാര്യമാർക്കിട്ട് പണി കൊടുത്ത് തൃപ്തിയായി എന്ന് പറയുന്ന വല്ലവരും ഉണ്ടോ? ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിലൊന്നും നമുക്കൊരു തൃപ്തിയും കിട്ടത്തില്ല. പക്ഷെ എന്നാലും നമ്മുടെ ജഡം പറയും, ഇല്ല വിട്ടുകൊടുക്കരുത്, അങ്ങനെ വിട്ടുകൊടുക്കരുത് എങ്കിൽ പോയി, പിന്നെ തലേ കയറിയിരുന്ന് നിരങ്ങും. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരൊരു തീരുമാനം നമുക്കെടുക്കാം. നാടൻ ഭാഷയെ പറഞ്ഞാൽ വിട്ടുകൊടുക്കാമെന്നേ. വിട്ടുകൊടുക്കാം. എവിടം വരെ പോവും? നമുക്കങ്ങ് സ്നേഹിക്കാം, നമുക്കങ്ങ് ക്ഷമിക്കാം. ഇനി പഴയ കാര്യം ഒന്നും പറയണ്ട, നമുക്ക് സ്നേഹിക്കാം. ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹിക്കാം. നമുക്ക് നമ്മോട് സ്നേഹമുണ്ടല്ലേ? അല്ലേ? നമുക്ക് നമ്മോടെ സ്നേഹം ഉള്ളൂ. കാരണം അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണം മനുഷ്യർ സ്വസ്നേഹികളാവുന്ന, പീപ്പിൾ വിൽ ബി ലവേഴ്സ് ഓഫ് ദംസെൽസ്. നമുക്ക് നമ്മോട് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ അതേ സ്നേഹം നമ്മുടെ ഭാര്യമാരോട് സ്നേഹിക്കാൻ നമുക്ക് പറ്റുമോ? എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാമോ? സൗകര്യമാര് നിങ്ങളൊരു തീരുമാനം എടുക്കുക. എനിക്ക് ദൈവം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ തന്നിരിക്കുന്ന എൻ്റെ തലയായ എൻ്റെ ഭർത്താവിന് ഞാൻ അവന് ബഹുമാനം കൊടുത്ത്, ഞാൻ കല്യാണത്തിൻ്റെ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എടുക്കുമ്പോൾ പറയാറുണ്ട്, അവരാഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. എന്താണെന്നറിയാം? ഓണർ. അവർ ചില അഭിമാനമുള്ളവരാ. നിങ്ങൾ ആ മാനം അവർക്ക് കൊടുക്കണം. അത് നിങ്ങൾ കൊടുത്തെങ്കിലേ അവർക്ക് കിട്ടത്തുള്ളൂ. അവർക്ക് ജോലി ചെയ്യുന്നിടത്ത് മാനം കിട്ടും, സമൂഹത്തിൽ അവർക്ക് മാനമുണ്ട്. പക്ഷെ വീട്ടിൽ വന്നാൽ മാനമില്ല. അതാരുടെ മുമ്പിലാണെന്നറിയാമോ? നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച്. ചില മക്കളുടെയൊക്കെ മുമ്പിൽ വെച്ച് ചില തള്ളമാർ, ചില ഭാര്യമാർ പറയുന്ന കേട്ടാൽ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ അല്ലേ. മക്കളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും അപ്പനെ അപമാനിച്ച് സംസാരിക്കരുത്. അത് ഒരപ്പനും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. ദയവ് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നിർത്തിയേക്കണം, അതങ്ങ് വിട്ടേക്കണം, വേണ്ട. ഓക്കെ. അപ്പം ഭാര്യ ഭർത്താക്കം ഇതൊന്നും പറയാനല്ല ഞാനിന്ന് വന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ പറഞ്ഞു, രാവിലെ ഞാൻ കുഞ്ഞുങ്ങളെ തൊടാൻ പോവാം. രണ്ടാമത്തെ സർവീസിൽ, 2 സർവീസിനിടയ്ക്ക് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. വാട്ട് ഐ ഗോയിങ് ടു ഡു ഇൻ ദ മലയാളം സർവീസ്? ആൻഡ് ദ ലോർഡ് ഗേവ് എ വേർഡ്, ഫാമിലീസ്. കുടുംബങ്ങളെ ദൈവം തൊടാൻ പോവാം. എത്ര പേരെന്ന് വിശ്വസിക്കുന്നു? ദൈവമേ എൻ്റെ കുടുംബത്തെ തൊടണമേ, എൻ്റെ കുടുംബത്തെ തൊടണമേ, എൻ്റെ കുടുംബത്തെ തൊടണമേ. ഭർത്താക്കന്മാർ എത്ര പേര് പറയും എൻ്റെ കുടുംബത്തെ തൊടണമേ? ഭാര്യമാർ എത്ര പേര് പറയും എൻ്റെ കുടുംബത്തെ തൊടണമേ? ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെട്ട ഭർത്താവായിരിക്കത്തില്ല. ദാറ്റ്സ് ഓക്കെ. നിങ്ങളുടെ നല്ല നടപ്പ് കൊണ്ട് മാത്രമേ നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെടത്തുള്ളൂ. അല്ലാതെ പാസ്റ്ററിൻ്റെ പ്രസംഗം കേട്ടിട്ടോ ഏതെങ്കിലും യൂട്യൂബിൽ എത്ര പ്രസംഗം നിങ്ങൾ അങ്ങോട്ട് ഇട്ട് കേൾപ്പിച്ചിട്ടൊന്നും നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ നല്ല നടപ്പ് കൊണ്ട് മാത്രമേ നിങ്ങളുടെ ഭർത്താവ് വരൂ. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പല സഹോദരിമാരും, നിങ്ങളൊരു പക്ഷേ ഈ ചർച്ചയിൽ നിങ്ങൾ ആദ്യമായിട്ട് വന്നവരാ. പിന്നീട് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഭർത്താക്കന്മാർ വന്നത്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. തിരിച്ചുകൊണ്ട് ഭർത്താക്കന്മാർ ആദ്യം ഈ സഭയിൽ വന്നിട്ട് നാളുകൾക്ക് ശേഷം ഭാര്യമാരും വന്നവരുണ്ട്. അതും നല്ല സാക്ഷ്യം തന്നെയാണ്. കാര്യം നിങ്ങളുടെയും നല്ല നടപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ ആ കണ്ടറിഞ്ഞ വിശ്വാസം, അതിൽ നിങ്ങൾ വളരെ ഗൗരവത്തോടെ മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ ഭാര്യമാർ കണ്ടു. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരും വന്നു, അല്ലേ? ഇന്ന് നിങ്ങൾ ഒന്നിച്ച് കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നുവെങ്കിൽ അതിനൊരു കാരണം, അല്ലേ, നിങ്ങളുടെ ആ നല്ല നടപ്പ് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഇനി ഒരു കാര്യം കൂടെ പറയാം. അങ്ങനെ നിങ്ങൾ അന്യോന്യം നേടിയെങ്കിൽ നിങ്ങൾ ഒന്നിച്ചുള്ള നിങ്ങളുടെ നല്ല നടപ്പാണ് നിങ്ങളുടെ അടുത്ത തലമുറയെ കർത്താവിൻ്റെ ഒത്തിരി പേരുടെ സങ്കടം, കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ ഇല്ല, കുഞ്ഞുങ്ങൾ ദൈവഭാഗത്തല്ല, കുഞ്ഞുങ്ങൾ ദൈവം ഉണ്ടോ എന്ന് പോലും ചോദിക്കുന്നു. ഇതൊക്കെയാണ് പലരും എന്നോട് പറയുന്നത്. ഞാൻ പറയട്ടെ, വിഷമിക്കണ്ട, കുഞ്ഞുങ്ങളെങ്ങും കൈവിട്ട് പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് വിശ്വസ്തൻ. നിങ്ങളെ ഈ സമ്മർദ്ദത്തിലൂടെ ദൈവം എന്നെ ഞെരുക്കി കൊണ്ടുപോവാം. പക്ഷേ ഈ ഞെരുക്കം എന്തിനാണെന്നറിയാമോ? വിശാലതയിലേക്ക് കൊണ്ടുവരാനാണ്. അതൊന്ന് വിശ്വസിച്ചാട്ട്. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. നീ എനിക്ക് വിശാലത വരുത്തി. ആ വാക്യം നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് വരട്ടെ. എന്നിട്ട് പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന ഈ ഞെരുക്കത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കുടുംബമായി അനുഭവിക്കുന്ന ഈ പ്രഷർ, കർത്താവേ, ഞങ്ങളിപ്പം കടന്നു പോകുന്ന ഈ പ്രഷർ, അതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞാട്ട്. ഒരുപക്ഷെ നിങ്ങൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള പ്രഷറായിരിക്കാം, ഒരുപക്ഷെ ഭാവിയെ സംബന്ധിച്ചുള്ള പ്രഷറായിരിക്കാം, ഒരുപക്ഷെ പ്രത്യേകിച്ച് ഒരു ശാരീരിക അവസ്ഥ അതിനെക്കുറിച്ചൊരു പ്രഷറായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ക്യാൻ യു സേ ഇറ്റ് ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട്, ലോർഡ്, താങ്ക് യു ഫോർ വാട്ട് വി ആർ ഗോയിങ് ത്രൂ. ഞങ്ങളിപ്പം കടന്നു പോകുന്ന കർത്താവെ അവസ്ഥയ്ക്കായിട്ട്, കർത്താവെ,
നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടുകൂടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഞാൻ അതിസന്തോഷത്തോടുകൂടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് പറയും, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന ബലഹീനതകൾ, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ ബലഹീനതകൾ, ഞാൻ കടന്നുപോയ അപമാനം, ഞാൻ കടന്നുപോയ കഷ്ടനഷ്ടങ്ങൾ, എൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ, അതിനെല്ലാത്തിനുമായിട്ട് നന്ദി കർത്താവേ. അതിലെല്ലാം കർത്താവെ വ്യാപരിച്ച് ദൈവശക്തിക്കായിട്ട് സ്തോത്രം. ഇപ്പോഴും ഞാൻ കടന്നു പോകുന്ന ഈ ബലഹീനതയിൽ ദൈവമേ, ബലഹീനതയിൽ എന്നെ തികഞ്ഞങ്ങനാക്കുന്ന ദൈവശക്തി, അതാ ദൈവകൃപ, അതെനിക്ക് വേണം കർത്താവേ. ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ സമയം ഞാൻ ആ ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. I want everyone to pray a simple prayer. Lord, I need the grace, which means your strength, Lord, to make me perfect in my weakness. എൻ്റെ ബലഹീനതയിൽ എന്നെ ശക്തനാക്കുന്ന, എന്നെ തികഞ്ഞവനാക്കുന്ന ദൈവകൃപയ്ക്കായി ഞാനിതാ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കുടുംബങ്ങളും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, എല്ലാ കുടുംബങ്ങളും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും വായി തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എൻ്റെ കുറ്റം, എൻ്റെ കുറവ്, എൻ്റെ വീഴ്ച, എൻ്റെ കർത്താവേ, എനിക്കുണ്ടായ കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവരുവാനായി കർത്താവേ. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നുള്ള വിളി കേൾക്കണമെങ്കിൽ, എൻ്റെ ഹൃദയപ്രകാരമുള്ള എൻ്റെ മകനാണ്, എൻ്റെ ഹൃദയപ്രകാരമുള്ള എൻ്റെ മകളാണ് എന്നുള്ള വിളി ദൈവത്തിൽ നിന്ന് കേൾക്കണമെങ്കിൽ, ദാവീദിനെ പോലെ വീട് വിട്ടോടി, കൊട്ടാരം വിട്ടോടി, സ്വന്തക്കാരെയും നാട്ടുകാരെയും വിട്ടോടി, തൻ്റെ കൂടെ നിന്നവർ തൻ്റെ പുറകെ നടന്ന് തന്നെ ശപിച്ചുകൊണ്ട് കല്ല് പറക്കി എറിയുന്ന അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ദാവീദ് പോയി. ശരിയാണ്, തൻ്റെ സ്വന്തം മകൻ തനിക്കെതിരെ തിരിഞ്ഞ് തന്നെ കൊല്ലാനായിട്ട് വിരട്ടി ഓടിക്കുന്ന അവസ്ഥ. പക്ഷേ ആ അവസ്ഥയിലൂടെ എല്ലാം ഓടിയപ്പോഴും, ആ ഞെരുക്കത്തിലെല്ലാം താൻ അറിയാതെ അതിൻ്റെ ഹൃദയത്തിനൊരു വിശാലത വരുന്നുണ്ടായിരുന്നു. ആ വിശാലതയാണ് ഒടുവിൽ ദൈവം നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ആ സാക്ഷ്യമാണ് ദൈവം പറയേണ്ടത്. ആ സാക്ഷ്യം കേൾക്കണമെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്നു ഓസ്റ്റ് പ്രാർത്ഥിച്ചാൽ പോരാ. ഈ പറഞ്ഞ കഷ്ടങ്ങളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, താഴ്ചകളിലൂടെ, വീഴ്ചകളിലൂടെ, പരിശോധനകളിലൂടെ, പരീക്ഷകളിലൂടെ, അപമാനങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും. ആ അപമാനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അത് പുറകോട്ട് തിരിഞ്ഞ് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാനല്ല, പകരം ഇതിലൂടെ എന്നെ ദൈവം പണിതെടുക്കുകയാണ്. ഇതിലൂടെ ദൈവം എന്നെ താൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ ഇതാ സജ്ജമാക്കി എടുക്കുകയാണെന്ന് വിശ്വസിക്കുന്നവർ എല്ലാവരും ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പുരുഷന്മാരെല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. I want all the men. As a prophetical act, why not all the husbands here? എല്ലാ ഭർത്താക്കന്മാർ, ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർ എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോവാ. നമ്മൾ കുടുംബത്തിൻ്റെ തലയായ നമ്മൾ പുരുഷന്മാർ, നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, കോപവും വാഗ്വാദവും വെടിഞ്ഞ് വിശുദ്ധ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ജയം, നമ്മുടെ തലമുറകളുടെ മേൽ ജയം, നമ്മുടെ മക്കളുടെ മേൽ ദൈവം ജയമയക്കും. ഹല്ലേലൂയ. പരാജയത്തിന്മേൽ പരാജയമാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ ഇന്ന് ഉച്ച സമയത്ത് നമുക്ക് വിശ്വാസത്തോടുകൂടെ നമ്മുടെ വലം കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഭർത്താക്കന്മാരും കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ കരം ഉയർത്തുമ്പോൾ കുടുംബത്തിൽ ജയം, നിങ്ങൾ കരം വയ്ക്കുന്ന സകല വിഷയത്തിന്മേൽ ജയം കർത്താവ് തരും. ഹല്ലേലൂയ. നിങ്ങളുടെ കരം എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കണം. നിങ്ങളുടെ കൈ ഇങ്ങനെ ഉയർന്നിരിക്കണമെങ്കിൽ, അവിടെ മോശയുടെ കൈക്ക് എപ്പോഴോ ക്ഷീണം വന്നു. ആ ക്ഷീണം വന്നപ്പോൾ കൈ ഒന്ന് താന്നു. പക്ഷെ ആ കൈ ഒന്ന് താഴേക്ക് താണപ്പോൾ പെട്ടെന്ന് രണ്ടുപേർ ഇടവും വലവും വന്ന് ആ കൈ ഉയർത്തിപ്പിടിച്ചു. അതുപോലെ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൈ താഴുമ്പോൾ അത് പൊക്കി പിടിക്കേണ്ടത് വേറെ ആരുമല്ല, ചർച്ചിലെ പാസ്റ്ററല്ല കൈ പൊക്കി പിടിക്കേണ്ടത്. ആ കൈ പൊക്കി പിടിക്കേണ്ടത് സഹോദരിമാരെ, ഭാര്യമാരെ നിങ്ങളാണ്. ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. എൻ്റെ ഭർത്താവിൻ്റെ കൈ ഒരിക്കലും താണു പോകാതെ വണ്ണം എൻ്റെ ഭർത്താവിൻ്റെ കൈ ഉയർത്തിപ്പിടിക്കുവാൻ ഞാനിതാ
തീരുമാനമെടുക്കുന്നു എന്ന്. സഹോദരിമാരെ, ഭാര്യമാരെ എല്ലാവരും ഒരു തീരുമാനമെടുത്താട്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് സ്നേഹം കുറവായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളെ ഒത്തിരി നോവിച്ച, ഒരുപാട് നിങ്ങൾക്ക് നഷ്ടകഷ്ടങ്ങൾ വരുത്തിയ, അപമാനം വരുത്തിയ ഒരു ഭർത്താവായിരിക്കാം. പക്ഷേ ഇന്നിവിടെ ഇരുന്നോട്ടൊരു തീരുമാനം എടുക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ ഞാൻ ആ മനുഷ്യൻ്റെ കൈ ഉയർന്നിരിക്കുവാനായി ഞാൻ എപ്പോഴും ആ കയ്യെ ഞാനൊന്ന് താങ്ങി പിടിക്കും എന്ന് കല്യാണം കഴിച്ച ഭർത്താക്കന്മാര്, ജീവനോടെയുള്ള അല്ലെങ്കിൽ ഭർത്താക്കന്മാർ കൂടെയുള്ള എല്ലാ ഭാര്യമാരും ദയവായി നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുവെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നാട്ട്. എല്ലാ ഭാര്യമാരെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഭാര്യമാർ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരുള്ളവർ, ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവന്മാരാണെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കണ്ട. അല്ലാത്തവർ എഴുന്നേറ്റിട്ട് ഒരു തീരുമാനം എടുക്കുക. എൻ്റെ വീട്ടിൽ എനിക്ക് തലയായി ഒരു ഭർത്താവിനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവ് എത്രത്തോളം ദൈവത്തെ അറിയുന്നതിനോ അല്ല എന്നുള്ള വിഷയമല്ല, നിങ്ങളുടെ അത്ര ആത്മീയത ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല. കർത്താവിൻ്റെ വ്യവസ്ഥ നിങ്ങളുടെ മുകളിൽ തലയായി കർത്താവ് നിങ്ങളുടെ ഭർത്താവിനെ വെച്ചു എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ തലയായ എൻ്റെ ഭർത്താവിൻ്റെ ആ കൈ ഉയർന്നിരിക്കുവാൻ, അവൻ്റെ കൈ എന്തെങ്കിലും കാരണവശാൽ അപമാനം കൊണ്ട് പരാജയപ്പെട്ട് കൈ താണിട്ടുവെങ്കിൽ ഇന്ന് ഞാൻ അവൻ്റെ കൈ പതുക്കെ ഉയർത്തിപ്പിടിക്കും. അവൻ്റെ കൈ എത്രത്തോളം ഉയർന്നിരിക്കുന്നുവോ അത്രത്തോളം ഞങ്ങളുടെ കുടുംബം ജയിക്കും. എത്രത്തോളം അവൻ്റെ കൈ ഉയർന്നിരിക്കുമോ അത്രത്തോളം ഞങ്ങളുടെ അടുത്ത തലമുറയും ജയിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ശത്രു നമ്മുടെ അടുത്ത തലമുറയെ പിടിച്ചുകൊണ്ട് പോകുന്ന കാലമാണ്. ആ നമ്മുടെ തലമുറയെ ശത്രു പിടിച്ചുകൊണ്ട് പോകാതിരിക്കണമെങ്കിൽ ഭർത്താക്കന്മാരുടെ കൈ ഉയർന്നിരിക്കണം. അവരുടെ കൈ മോശയും കൈ അഹരോനും ഹൂരും ചേർന്ന് ഉയർത്തിപ്പിടിച്ചതുപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൈ ഉയർത്തിപ്പിടിക്കണം. എല്ലാവർക്കും ചേർന്ന് നമുക്ക് പാടാം. ഹല്ലേലൂയ. ഇതുവരെയും വഴുതിടാതെ അവനെ എന്നെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൽ സവിധത്തിൽ നാഥൻ കളങ്കമറ്റാനന്ദത്തോടെ ഭവിക്കട്ടെ മഹത്വമങ്ങ് അവനെന്നും. ആമേൻ. എല്ലാവരും ചേർന്ന് ഇതുവരെ ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഇതുവരെയും നമ്മളെ നിർത്തിയെങ്കിൽ, നമ്മൾ നിന്നതല്ല നിർത്തിയതെങ്കിൽ ഇനി മേലാലും നിൽക്കും, അല്ലെങ്കിൽ നമ്മളെ നിർത്തും. എന്നുവരെ നിർത്തും? അന്ന് ആ മഹിമാസനതയിൽ കളങ്കമില്ലാത്ത ആനന്ദത്തോടെ ആ മഹിമാസനത്തിൽ എന്നെ കൊണ്ട് നിർത്തുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. അത് വിശ്വസിച്ചാട്ടെ, എല്ലാവരും വിശ്വസിച്ചാട്ടെ. വഴുതിടാതവനെന്നെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൻ സവിധത്തിൽ നാഥൻ കളങ്കമറ്റാനന്ദ പൂർണ്ണതയോടെ ഭാവിക്കട്ടെ ഒടിക്കുകില്ലവനേറ്റം ചതഞ്ഞതാമോട കെടുക്കുകില്ലവൻ തിരി പുകവമിക്കുകിലും ഒടിക്കുകില്ലവനേറ്റം ചതഞ്ഞതാമോട കെടുക്കുകില്ലവൻ തിരി പുകവമിക്കുകിലും നടത്തും വിധി നടത്തും തൻ വിധി ജയം
യഹോവയിൽ ആശ്രയം വെച്ചിരിക്കുന്ന എല്ലാവരും കരങ്ങളൊന്ന് ഉയർത്തിക്കാട്ടെ, കരങ്ങളൊന്ന് ഉയർത്തിക്കാട്ടെ. എല്ലാവരും 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 ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തി. എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയം വയ്ക്കുന്നു. എൻ്റെ ദൈവത്തിൽ, എൻ്റെ പിതാവായ ദൈവത്തിൽ ഞാൻ ആശ്രയം വയ്ക്കുന്നു. അവൻ്റെ വാഗ്ദത്തങ്ങളൊന്നും നിറവേറാതെ പോവുകയില്ല. അവൻ്റെ വചനത്തിൽ ഞാൻ വായിക്കുന്ന എന്നോടുള്ള സകല വാഗ്ദത്തങ്ങളും ഞാനിതാ ഏറ്റെടുക്കുന്നു. ഒരു പിതാവെന്ന നിലയ്ക്ക് ഞാൻ ഏറ്റെടുക്കുന്നു, ഒരു മാതാവെന്ന നിലയ്ക്ക് ഏറ്റെടുക്കുന്നു, ഒരു ഭർത്താവെന്ന നിലയ്ക്ക് ഏറ്റെടുക്കുന്നു, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഏറ്റെടുക്കുന്നു. ഓരോരുത്തരും ഏറ്റെടുത്താട്ടെ. എവ്രിവൺ. ആരെങ്കിലും ഈ പറഞ്ഞ പോലെ നിരാശപ്പെട്ട്, ആരെങ്കിലും എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു പരാജയമായിപ്പോയല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയും ഇല്ലയോ എന്ന് ചിന്തിച്ച് ആരെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിൽ, ഇന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെട്ട് കഴിഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി തൻ്റെ വചനത്തിലോട് ഇടപെട്ട് കഴിഞ്ഞു. നിങ്ങൾ ഞെരുക്കത്തിൽ ഇരുന്നത് വിശാലതയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ്, നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് വിശാലപ്പെടുത്തുവാനാണ് ചില ഞെരുക്കങ്ങൾ ദൈവം അനുവദിച്ചത്. അങ്ങനെയെങ്കിൽ കർത്താവേ, ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി എന്ന് നമുക്ക് ധൈര്യത്തോടെ നമുക്ക് സാക്ഷിക്കുവാൻ കഴിയും. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ വന്ന സമയം മുതൽ ഇതുവരെയും അവിടുത്തെ ചിറകുനിഴലിൽ ഞങ്ങളെ ഇരുത്തി. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്ന് ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ ഇങ്ങോട്ട് വശീകരിച്ച് കൊണ്ടുവന്നിരുത്തി ഞങ്ങളോട് നീ ഹൃദ്യമായി സംസാരിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ ചിലതെങ്കിലും നീ ഉണർത്തി കാണിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളോട് കർത്താവെ, നിനക്ക് ഇനിയും ഞങ്ങളെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്നുള്ളത് ഒന്നുകൂടെ നീ കർത്താവെ ഉറപ്പിച്ച് തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലുള്ള ദൈവ വിളിക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ മേൽ നീ തന്നിരിക്കുന്ന കർത്താവെ കൃപകൾക്കും വരങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ മേൽ നീ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനായിട്ട് സ്തോത്രം. എല്ലാറ്റിലുപരി ഞങ്ങളുടെ മേൽ നീ തന്നിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾക്കായിട്ട് സ്തോത്രം. ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക്, ഒരു അപ്പൻ എന്ന നിലയ്ക്ക് തന്ന ഉത്തരവാദിത്തനായിട്ട് സ്തോത്രം. എല്ലാ പുരുഷന്മാരും ഒരു ഭർത്താവ് എന്ന നിലയ്ക്കും ഒരു അപ്പൻ എന്ന നിലയ്ക്കും ദൈവം തന്ന ഉത്തരവാദിത്തനായിട്ട് സ്തോത്രം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ പ്രിവിലേജ്. അതേസമയത്ത് ഭാര്യമാരെ, നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്കും ദൈവം തന്ന ഉത്തരവാദിത്തങ്ങൾ, അത് വലിയ ഒരു ഉത്തരവാദിത്തങ്ങളാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, ആ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നത് അത് ഭാരത്തോടുകൂടിയല്ല, സന്തോഷത്തോടുകൂടി ഞങ്ങൾ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്. കർത്താവെ, ആ ഉത്തരവാദിത്തത്തിൽ ഞങ്ങൾ മുന്നോട്ട് ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ, ദൈവത്തിൻ്റെ അഭിഷേകം, എല്ലാറ്റിലുപരി കർത്താവെ ഞങ്ങൾക്ക് ജ്ഞാനവും പരിജ്ഞാനവും വേണ്ടിയിരിക്കുന്നു. പരിജ്ഞാനത്തോടെ ഞങ്ങളുടെ കുടുംബങ്ങൾ നടത്തുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. താഴ്മ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. സ്നേഹം ഞങ്ങൾക്ക് തരണമേ. വിട്ടുകൊടുക്കുവാനുള്ള കർത്താവെ, ക്ഷമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ അയക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ കാത്തോളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരുന്ന ആളുകൾ കർത്താവെ, സഭയിലൂടെയും അങ്ങ് ചെയ്യാൻ വന്ന വൻ കാര്യങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളത് വിശ്വസിച്ച് അതിനായിട്ട് ഇപ്പോഴേ ഞങ്ങൾ മഹത്വം തരുന്നപ്പാ. എല്ലാ മഹത്വവും മാനവും അങ്ങേക്ക് തന്നെ ഇരിക്കട്ടപ്പാ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.